ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മൃഗത്തെ പോലെയാകാൻ പാടില്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. മനുഷ്യനും പക്ഷികളും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മനുഷ്യനും മറ്റ് ഇതര ജീവികളും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും മുഖ്യമായ മാറ്റമാണ് മനുഷ്യന് അല്ലാഹു തആല തിരിച്ചറിവ് നൽകി എന്ന് പറയുന്നത്. മറ്റൊരു മാറ്റമാണ് മനുഷ്യൻ മനുഷ്യനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവന്റെ സന്തോഷ പ്രകടനത്തിന് വേണ്ടി അവന് ചിരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. ഈ ചിരി എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? മനുഷ്യന്റെ സൽസ്വഭാവത്തിലേക്കാണ്. എന്നാൽ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് സ്വന്തം ബാപ്പയായാലും ഉമ്മയായാലും അച്ഛനായാലും അമ്മയായാലും ആരാണെങ്കിലും സ്വയം ഹിതങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു വാക്ക് പറയുന്നവരായി ഒരാളും ലോകത്തുണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു പുതുതലമുറ, ന്യൂ ജനറേഷൻ എന്ന പേരിലോ അല്ലെങ്കിൽ അത്തരം ജനറേഷനുകൾക്ക് പുതിയ വിശ്വാസത്തെയും പുതിയ ആശയങ്ങളെയും കൈമാറുന്ന എത്തിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും അങ്ങനെ തുടങ്ങിയ ഈസ്റ്റുകള് അവരുടെ ഹിതങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചപ്പോ ഇന്നത്തെ ജീവിതം ലോകമാകെ അട്ടിമറിക്കപ്പെടുകയാണ്. ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് അത് അനുഭവത്തിലൂടെ മാത്രം ലഭിക്കേണ്ടതാണ്. അനുഭവിച്ചാലല്ലാതെ ഒരാൾക്കും അത് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. വിവാഹപ്രായമെത്തിയ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ഒരു പെണ്ണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെയാണ്. അല്ലാഹു എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇണകളെ കാത്തിരിക്കുന്നവർക്ക് അല്ലാഹു ഖൈറായ ഇണകളെ നൽകട്ടെ. പക്ഷേ കുടുംബ ജീവിതം എന്ന് പറയുന്ന മഹത്തായ മനുഷ്യന്റെ ധാർമ്മികത ബോധത്തെ നിലനിർത്തി മനുഷ്യന് ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു മനുഷ്യന് നൽകിയ അവസരമാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ ആ വിവാഹത്തിന്റെ പ്രായമെത്തുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പ്രതീക്ഷകളും ആകാംക്ഷകളും സ്വപ്നങ്ങളും വളരെ വലുതാണ്. എന്നാ ആ ഒരു സ്വപ്നമാണോ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം മാത്രമാണോ മനുഷ്യന് വിവാഹം കൊണ്ട് ലഭിക്കുന്നത്? ആണോ? വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് ഉള്ള ലൈഫ് അല്ല വിവാഹത്തിന്റെ ശേഷം ഒരാൾക്ക് ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോ തന്നെ കുറെ ആളെ മുഖത്തിന്റെ ഓരോ നിറവും വ്യത്യസ്തമാണ്. കാരണം എല്ലാവരുടെയും കുടുംബജീവിതം ഒരുപോലെ ആകൂല. കുടുംബജീവിതങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ടാകും, ഭാവങ്ങളിലുണ്ടാകും, വ്യത്യസ്ത തലങ്ങളിൽ സുഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും, വ്യത്യസ്ത തലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും, വ്യത്യസ്ത തലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകും. വിവാഹം കഴിയുന്നത് വരെ ഒറ്റത്തടിയാണ്. എവിടെയും പോകുന്നതിന് നിങ്ങൾ എവിടെ ഇന്ന് രാത്രിയിൽ എന്ന് ചോദിക്കാൻ ആളുണ്ടാകൂല. നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ബാപ്പയും ഉമ്മയും അവരുടെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതിന്റെ അപ്പുറത്ത് ഭാര്യന്റെ മന്ത്രിസഭാ ഭരണം അവരുടെ കയ്യിലുണ്ടാകൂല. അതേ സ്ഥാനത്ത് ഹോം മിനിസ്റ്ററായി ഒരു ഭാര്യനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും
യാത്രകളെ കുറിച്ച് അറിയണം, എപ്പോഴാണ് വരല് എന്നറിയണം, എവിടെയാണ് പോകുന്നത് എന്നറിയണം. അതൊരു ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവുമായുള്ള അങ്ങേയറ്റത്തെ കണക്ഷന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അതിന്റെ പേരിൽ ഭർത്താക്കന്മാര് ഞാൻ എവിടെ പോയാൽ എന്താ നിനക്ക് എന്നൊന്നും ചോദിക്കുന്ന സ്വഭാവക്കാരാകണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഞാൻ എന്റെ സമയത്തിന് വന്നോളും, അതൊന്നും എന്നോട് ചോദിക്കണ്ട എന്ന് പറയുന്ന ഭർത്താവാകലാണ് ഏറ്റവും വലിയ ഭർത്താവിന്റെ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഹോം മിനിസ്റ്ററായി നിന്റെ ഭാര്യനെ നീ തെരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുന്ന ഭാര്യയാകുമ്പോ അവൾ എപ്പോഴും നിന്നെ കിട്ടണം എന്ന് തന്നെ ആഗ്രഹിക്കും, എപ്പോഴും നീ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കും, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കും, എപ്പോഴും കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കും, എപ്പോഴും കൂടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കും. അത് അവരുടെ നമ്മളോടുള്ള സ്നേഹമാണ്. അതൊരു ദിവസം ഇല്ലാതിരിക്കണം, അപ്പോഴാണ് അതിന്റെ ആ ഒരു ബഹുമാനം മനസ്സിലാകലേ. നഞ്ഞ കൊട എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. മഴ പെയ്യുമ്പോൾ കൂടുന്ന കൊടയില്ല, ഇനി കൊട തന്നെ പറയാം, ഇവിടെ അംബ്രല എന്ന് പറയാം, അല്ല മലയാളം തന്നെ അറിയാല്ലേ. അപ്പൊ ഈ നനഞ്ഞ കൊടയുമായി പോകുന്ന മനുഷ്യൻ മഴ ചോരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ പൊട്ടി പിടിക്കും. അപ്പോ പള്ളിയിലേക്ക് കയറാൻ പോകുമ്പോ ഈ കൊട എവിടെയാ വെക്കേണ്ടിയെന്ന് തിരിയൂല. കാരണം നഞ്ഞ കൊടയായതുകൊണ്ട് എവിടെയെങ്കിലും വെക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ മുന്നിൽ അവിടെ വെച്ചാൽ മതിയായിരുന്നു. പള്ളിയിൽ സോഫിൽ കൊണ്ടുപോയി വെച്ചാൽ മൊയിലാര് വെറുതെ വിടൂല. എന്നാ പിന്നെ പുറത്തു വെച്ചാലോ ഇത് കട്ടുപോകുമോ എന്ന് മേടിച്ചിട്ട് പുറത്തു വെക്കാനും ധൈര്യമില്ല. എന്നാ ഇതൊരാളെ കൈ കൊടുക്കാൻ പറ്റുമോ? നഞ്ഞ കൊട ഒരാളെ കൈ കൊടുത്താൽ ആരെങ്കിലും വാങ്ങുമോ? നമുക്ക് കൈ കൊടുക്കാനും പറ്റൂല. മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് തമാശ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ നഞ്ഞ കൊട പോലെയാണ്, അല്ലെങ്കിൽ എന്റെ വാപ്പ തന്നെയാണോ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ നനഞ്ഞ കൊട കൊണ്ട് പോയതുപോലെയാണ് ഭാര്യനെയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ ഒരാളെ ഏൽപ്പിക്കാനും പറ്റൂല, ഒരാളടുത്ത് കൊടുക്കാനും പറ്റൂല, ഒരിടത്തിൽ നിർത്താനും പറ്റൂല. ഇതുപോലെ ആ ഭാര്യമാർക്കും നമ്മളോടുള്ള സ്നേഹത്തിന്റെ കാരണം കൊണ്ട് നമ്മളോട് വേർപിരിയാൻ അവർക്കും താല്പര്യം ഉണ്ടാകൂല. അതിന്റെ ഭാഗമായി എപ്പോഴും വേദൊന്നും ഇല്ലാത്ത ആളുകളാവുമ്പോ സ്വാഭാവികമായി രാത്രി എവിടെയാ പോയത് എന്ന് ചോദിക്കും, ഇന്നെങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കും, പോയാൽ എപ്പോഴാ വരലെന്ന് ചോദിക്കും. അപ്പം വേദ പറയുന്ന മൂലയാറി ഏതെങ്കിലും ലൈവ് എടുത്ത് നോക്കിയോ കയ്യിൽ കാണാമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, വെറുപ്പ് പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കൂടി നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അവർ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും അന്വേഷിക്കുന്നത്. ഇതേപോലെ ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് സ്നേഹം ഉണ്ടാകുമ്പോ അവരുടെ ചോദ്യങ്ങൾ അധികരിക്കും. അത് സ്വാഭാവികമാണ്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് പുരുഷനെ പോലെയല്ല. രണ്ട് കെട്ടല് സുന്നത്താണ് എന്ന് എവിടെങ്കിലും മസലുണ്ടോ എന്ന് ആലോചിക്കുന്ന ചില മൂല്യന്മാരെ കണ്ടില്ലേ നിങ്ങള്? ചില നാടന്മാരും ഉണ്ടാവും, ഒന്ന് തന്നെ കെട്ടിയതിന്റെ ബാധ്യത ഇതുവരെ തീർക്കാനായി ഉണ്ടാവില്ല, എന്നിട്ടാ ഈ രണ്ടിന്റെ കഥയും പറഞ്ഞ് നടക്കുക. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല. ചില ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇസ്ലാം രണ്ട് കെട്ടിയില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞു എന്ന് തോന്നും. രണ്ട് കെട്ടിയാലേ ഒരാൾ പരിപൂർണ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞു എന്ന് തോന്നും. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. അതേ സ്ഥാനത്ത് ഒരു പുരുഷന് അങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നാൽ അങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങൾ പുരുഷന് ഉണ്ട് എന്ന് മാത്രമേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിന്റെ ആശയങ്ങളെ സ്ത്രീകളുടെ മുന്നിൽ, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒരിക്കലും രണ്ടാള് എന്നത് അവരുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അത്തരം സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇസ്ലാമിനെ ഒരു തെറ്റായ ആശയമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവര് പറയുന്ന ആശയം കേട്ട് ഇസ്ലാം രണ്ട് കെട്ടിയില്ലെങ്കിൽ പരിപൂർണ മുസ്ലിം ആകൂല എന്ന് പറഞ്ഞതുപോലെയാണ് ഇസ്ലാമിൽ വിവാഹം രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്ന വിവരദോഷികളുടെ ആക്ക് കേട്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. ത്വലാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. പക്ഷേ
ചില ആളുകളെ വർത്തമാനം കേട്ടാൽ, ചില ആളുടെ പ്രസംഗം കേട്ടാൽ, ചില ആളുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നും ത്വലാഖ് ചെല്ലുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന്. വിവാഹം കഴിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയല്ലോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് അഹറദ ഫീ സുലസൈ ദീനിനാ. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വിവാഹത്തിന്റെ നിക്കാഹിന്റെ ഖുതുബയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വിവാഹം കഴിയലോടുകൂടെ അവന്റെ ഈമാനിന്റെ 1/3 ഭാഗം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ അതിനുള്ള വഴിയിലേക്ക് അവൻ പ്രവേശിച്ചു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പാഠം. ഇതുപോലെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങൾ ഈമാൻ അധികരിക്കൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് തോന്നും ചില ആളുകളെ വർത്താനം കേട്ടാൽ. അങ്ങനെ ഉണ്ടോ? ഈ സദസ്സിൽ ഇരിക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്? നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ ത്വലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക, കെട്ടുക, ഒഴിവാക്കുക, കെട്ടുക, ഒഴിവാക്കുക, കെട്ടുക, ഒഴിവാക്കുക, അങ്ങനെ പഠിപ്പിച്ച ഒരു മൂല്യം നിങ്ങൾ കാണിച്ചു തരുമോ? ഏതെങ്കിലും വിവരമുള്ള മൂല്യാരട്ടോ, ഏതെങ്കിലും വിവരമുള്ള അലിമികളെ കാണിച്ചു തരുമോ നിങ്ങൾ? ഏതെങ്കിലും ഉസ്താദുമാരെ കാണിച്ചു തരുമോ നിങ്ങൾ? ഇല്ല. എല്ലാ മതമുള്ളവനും ഇല്ലാത്തവനും ചെയ്യുന്നത് പോലെ രണ്ടും തമ്മിൽ കൂട്ടിച്ചേർത്താൽ കൂടിച്ചേരാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പിരിച്ചലിന്റെ പേരാണ് ഇസ്ലാമിൽ ത്വലാഖ് എന്ന് പറയുന്നത്. അല്ലേ? വെളിച്ചെണ്ണ അറിയില്ലേ നിങ്ങൾക്ക്? അറിയോ? ആ വെളിച്ചെണ്ണ കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ ഒഴിച്ചാൽ ഒറ്റയടിക്ക് മൂപ്പർ കലരൂല. കലരുവോ? കലരുവോ? ഇല്ല. മൂപ്പർ എവിടെ ഉണ്ടാവും? വെള്ളത്തിന്റെ ധൈര്യമില്ല പറയാൻ. വെള്ളത്തിന്റെ മുകളിലുണ്ടാവും അല്ലേ? വെള്ളത്തിന്റെ അടിയിലുണ്ടാവും, വെള്ളത്തിന്റെ മുകളിലുണ്ടാവും, കുറെ പാത്രത്തിന്റെ മുകളിലുണ്ടാവും. പാത്രമായിട്ട് ചിലപ്പോ മൂപ്പര് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം കലരില്ലെങ്കിലും കുറെ അതിന്റെ മേലെ പറ്റിയേക്കും. ഇതുപോലെ ഉണ്ടാകും ചിലപ്പോൾ വിവാഹം നടന്നാൽ ചില പുരുഷനും ചില സ്ത്രീകളും തമ്മിൽ ഇണങ്ങിപ്പോകൂല. അവരുടെ മാനസികാവസ്ഥയും ശാരീരിക പ്രകൃതിയും വിവാഹത്തിന് ശേഷം ചിലപ്പോൾ ബോധ്യപ്പെട്ടാൽ ഇണങ്ങൂല. അപ്പൊ ചില ആളുകൾക്ക് തോന്നും നമ്മെ ടെസ്റ്റ് നടത്തിയിട്ടല്ലേ വിവാഹം കഴിക്കേണ്ടത്, അല്ലേ? ടെസ്റ്റ് നടത്തിയിട്ട് ഇത് എങ്ങനെ ഉണ്ട് നോക്കിയിട്ടല്ലേ വിവാഹം കഴിക്കേണ്ടത്. എന്നാ പിന്നെ ഈ ഒരു ആവശ്യം വരൂലല്ലോ. 3 മക്കളായിട്ടും വിവാഹം കഴിക്കാത്ത ഇംഗ്ലീഷുകാരൻ ഒഴിവാക്കി നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് മാത്രം ഒരിക്കലും അതെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിവാഹം കഴിച്ചത് കൊണ്ട് അത് ഒഴിവാകുമെന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം എത്തിക്കാൻ വേണ്ടി തന്നെ അള്ളാഹ് നിയോഗിച്ച നേതാവാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമില്ലയോ? ഹബീബായ നബിയേ, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ മുൻപ് കാലത്ത് കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ നബിയേ. വമാ തഅഖർ. ഹബീബായ നബിയേ, വരാനിരിക്കുന്ന കാലത്ത് അങ്ങയുടെ ജീവിതത്തിൽ ഒരു തിന്മയും സംഭവിക്കാനില്ലല്ലോ നബിയേ. ഒരു തെറ്റുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു അങ്ങേക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടല്ലോ നബിയേ. തിന്മകളിൽ നിന്ന് ഹിഫ്ള് നൽകിയിട്ടുണ്ടല്ലോ നബിയേ. ഇസ്മത്ത് നൽകിയിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കൂലല്ലോ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവിടുത്തെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചിട്ടില്ല, തിന്മകൾ സംഭവിക്കാനില്ല. ഇത്ര ശുദ്ധിയുള്ള മറ്റൊരു ജീവിതത്തെ കാണാനില്ല. ആ നേതാവ് ദുആ ചെയ്തു എന്നാണ് ഹദീസിലുള്ളത്. എന്തിനു ദുആ ചെയ്തു എന്നാണ് ഈമാനുള്ള വിശ്വാസികളെ? അല്ലാഹുമ്മ തബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തിന് നീ സ്ഥിരത നൽകണേ അല്ലാഹ്. എന്റെ ഈമാനിന്റെ സ്ഥിരതക്ക് എന്റെ കൽബിനെ നീ പാകപ്പെടുത്തി തരണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ദുആ ചെയ്യാൻ ആ നേതാവ് പഠിപ്പിച്ചു പോയി. കേൾക്കുന്ന മുസ്ലിമേ, ഖൽബ് എന്ന് പറയുന്ന പദം തന്നെ അതിനെ സൂചിപ്പിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്.
നാളുണ്ടാകുന്ന ആശയം ആണോ? ആണോ? LKG പഠിക്കുന്ന കുട്ടികൾ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ഈ അടുത്ത് ഒരു സ്കൂളിൽ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ പോയി. അപ്പൊ അവിടെയുള്ള കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്ത വൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചു. ആ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോന്ന് ചോദിച്ചു കുട്ടികളോട്. അപ്പൊ കുട്ടികളൊക്കെ ചിരിച്ചപ്പോ എനിക്കറിയാം എന്തിനാ ചിരിക്കുന്നത്. ഞാൻ കുട്ടികളോട് വീണ്ടും ചോദിച്ചു, എന്താ തന്ത വൈബ് എന്ന് പറഞ്ഞാൽ അറിയോന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടികൾ പറയാണ്, തന്ത വൈബ് എന്ന് പറഞ്ഞാല് തന്തമാരുടെ ജീവിതത്തിനനുസരിച്ച് ഞങ്ങളെ പുതിയ ജനറേഷനിലെ ആളുകളും അതുപോലെ ജീവിക്കണം എന്ന് പറയാ, അതിനാ തന്ത വൈബ് എന്ന് പറയാതെ. അപ്പൊ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, അപ്പൊ നിന്റെ ഭാഷയിൽ നിന്റെ ഉപ്പാപ്പ തന്ത വൈബാണ്. കാരണം നിന്റെ ആശയമല്ല ഉപ്പാപ്പാക്കുള്ള ആശയം. കാരണം ഉപ്പാപ്പാക്ക് ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. 60 വയസ്സുള്ള ഉപ്പാപ്പ, 70 വയസ്സുള്ള ഉപ്പാപ്പ, 80 വയസ്സുള്ള ഉപ്പാപ്പ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അവര്. ഞാൻ ഇന്നിവിടെ വരുമ്പോ സിറാജുൽ ഹുദയുടെ തുടക്കം മുതലേ സ്ഥാപനത്തിന് വലിയ തണലായി നിന്ന് ജീവിതത്തിന്റെ ഒരുപാട് സമയവും സമ്പത്തും സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന മർഹൂം ഹസൻ ഹാജിയുടെ മയ്യിത്ത് നിസ്കരിച്ചിട്ടാണ് വന്നത്. അല്ലാഹുവേ, ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ, ഖബറിൽ നീ സ്വർഗം നൽകണം റഹ്മാനെ, അവരെയും ഞങ്ങളെയൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രായം ചെന്ന നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ബാപ്പമാർ, അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചെടുത്തിരിക്കുന്ന, അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കാരണം കൊണ്ട് അവർ പലതും നമ്മളോട് അത് ചെയ്യരുത്, അങ്ങനെയാകരുത്, ഇങ്ങനെയാകരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശം നൽകും. അതാണല്ലോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തന്ത വൈബ് എന്നുള്ള തോന്നല് തന്നത്. അത് പറയുമ്പോ ടൂറിന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ പറയും, ഉപ്പ പറയും വേണ്ട, ഉമ്മ പറയും വേണ്ട. അപ്പൊ കുട്ടി എന്നിട്ട് പറയാണ്, പഠിച്ച റബ്ബേ എന്റെ ഉപ്പാക്ക് തന്ത വൈബ്, ഉമ്മാക്ക് തള്ള വൈബ്, പെങ്ങക്ക് ഇപ്പൊ എന്ത് വൈബാണ് പഠിച്ചോനെ, അവളും സമ്മതിക്കുന്നില്ലല്ലോ. പെങ്ങക്ക് 2 കുട്ടികളുണ്ട്, അവളും പുതിയതായ ലോകത്തേക്ക് കടന്നിട്ടുണ്ട്. വിവാഹം കഴിയാതെ വിവാഹത്തിന്റെ ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച് പരിചയമില്ലാത്ത ഇവനിക്ക് അവന്റെ ജീവിതത്തെ കുറിച്ചോ, ജീവിതത്തിന്റെ ഗുണമേന്മകളെ കുറിച്ചോ, ബാപ്പക്ക് മക്കളോടുള്ള കടപ്പാടിനെ കുറിച്ചോ, മക്കൾക്ക് ബാപ്പനോടുണ്ടാകുന്ന ഇഷ്ടത്തെ കുറിച്ചോ ചിലപ്പം വയത് പറഞ്ഞ് കാണിച്ചു തരാൻ സാധ്യമല്ല. അത് അനുഭവിച്ചറിയുമ്പോണ്ടാകുന്ന ഒരനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പറയാൻ ചിലപ്പോ കഴിയും, പക്ഷേ കഴിയുന്നതിന് പരിമിതികളുണ്ട്. അതേ സ്ഥാനത്ത് വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, ഭയങ്കര സന്തോഷത്തോടെ ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. എന്തൊരു സന്തോഷത്തിലാണ്! പുതിയ കോട്ടിട്ടിട്ടാണ്, പുതിയ വസ്ത്രധാരണ നടത്തിയിട്ടാണ്, വീട്ടിൽ തന്നെ വയലിന് വേണ്ടിയിട്ടല്ല നിക്കാഹിന് വേണ്ടി സ്റ്റേജ് കെട്ടിയിട്ടാണ്. നാട്ടുകാരൊക്കെ വന്നത് വയല് കേൾക്കാനല്ല നിക്കാഹ് കാണാനാണ്. അതുപോലെ നാട്ടിലെ ഇഷ്ടപ്പെട്ടവരും നമ്മളെ ഇഷ്ടപ്പെട്ടവരും ബന്ധപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂടി 2 സാക്ഷികളെ നിർത്തിയിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് നടത്തിയ നിക്കാഹിന്റെ കർമ്മമില്ലേ, എന്തൊരു സന്തോഷത്തോടുകൂടെയാ നടത്തിയത്. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസം നോക്കുമ്പോഴാ മനസ്സിലായത്, ഇതുവരെ ഇന്നലെ എനിക്ക് പനി വന്നാലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുള്ളൂ, ഇപ്പം വേറൊരാൾക്കും കൂടി പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഉത്തരവാദിത്തമാണിത്. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസം നോക്കുമ്പോ ഭാര്യക്ക് പനിയാ. അപ്പോഴാ മനസ്സിലായത്, ഇതുവരെ ഞാൻ എന്റെ തടി പനിച്ചാല് പോയാൽ മതിയായിരുന്നു, ഉമ്മാന്റെ പനി ഉണ്ടെങ്കിൽ പോയാൽ മതിയായിരുന്നു, ഉപ്പാക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഒരാളെയും കൂടെ കൂട്ടിയിട്ട് കുടുംബത്തിലേക്ക് ചേർത്തിട്ട് ഇവളെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതാണിത്. ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ഏതോ വിവരമില്ലാത്ത ചെറുപ്പക്കാരനായ കൂട്ടുകാരൻ പോയിട്ട് പടക്കത്തിന് തീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൻ വിചാരിച്ചത് ഇനി പൊട്ടിത്തെറി തന്നെയാണ്, ഇനി ജീവിതത്തിൽ ഇത് തന്നെയാണ് പരിപാടി. പൊട്ടിത്തെറിയുടെ സന്തോഷം തന്നെയാണ്, പൊട്ടിത്തെറിക്കുമ്പോ കേൾക്കുമ്പോ സന്തോഷം മാത്രമാണ്. അല്ല, വെറും പൊട്ടിത്തെറിയിലെ സന്തോഷം മാത്രമല്ല, മറിച്ചോ നീ അനുഭവിക്കാൻ പോകുന്നത് പല രംഗങ്ങളാണ്. അത് അനുഭവിച്ചാലേ പറയാനറിയൂ. ആദ്യത്തെ ദിവസം പനിക്കുന്നു എന്ന് പറയാനുള്ള പാന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ഭാര്യനോട് പറഞ്ഞു, ഉസ്താദ് ബക്കറ്റ് വരൂന്ന് പറഞ്ഞില്ല, അതിന്റെ മുമ്പ് തന്നെ സ്ത്രീകൾ സംഭാവന കൈ പിടിച്ചില്ലേ കടലാസ് വന്നപ്പോ. അതുപോലെ അല്ലേ, അതുപോലെ ചിലർ പനി എന്ന് പറയണ്ട, വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം
എന്ന് പറയുമ്പോഴേക്ക് പനിയുണ്ടോ, ഏത് ഹോസ്പിറ്റലിലാ പോകേണ്ടത്, എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്, ട്രെയിനാണോ വേണ്ടത്, ഫ്ലൈറ്റ് ആണോ വേണ്ടത്, കാറാണോ വേണ്ടത്, സൈക്കിളാണോ വേണ്ടത്, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഇവർ റെഡിയാ. കാരണം തുടക്കത്തിൽ ഇതിന്റെ ശരിയായ രൂപത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവള് വിചാരിച്ചു, ഓ ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത്, പഠിച്ച റബ്ബേ ഇതെന്തൊരു നല്ല ഭർത്താവാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല പനി എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് കേട്ടത്. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ പനീന്റെ കടുപ്പത്തിനനുസരിച്ചല്ലാതെ ഡോക്ടറെ പിന്നെ കാണാറില്ല. ഇതിനാണല്ലോ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. പരസ്പരം ഉൾക്കൊള്ളുകയും പരസ്പരം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുള്ളൊരു ജീവിതം, ഇതിനാണല്ലോ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതിലൂടെ പഠിച്ചെടുക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അത് LKG പഠിക്കുന്ന, ടൂറിന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന 4ാം ക്ലാസ്സുകാരനായ 10ാം ക്ലാസ്സുകാരനായ നിന്നോട് പറയുമ്പോ, നീ നിന്റെ ക്ലാസ്സിൽ തൽക്കാലം ചിരിക്കുമ്പോൾ നിന്നോട് ചിരിച്ച പെൺകുട്ടിയെ കണ്ടിട്ട് ഓള് തന്നെയാണ് എന്റെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചതല്ലേ. അവൻ മനസ്സിലാക്കിയ ജീവിതമാണ് കുടുംബ ജീവിതം എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ടൂറിന് പോകാന്ന് വിചാരിച്ചിട്ട് ഉമ്മാനോട് ചോദിച്ചപ്പോ, ഉമ്മനോട് ചോദിച്ചപ്പോ അവരനുവദിച്ചില്ല. അപ്പൊ കൂട്ടുകാരനോട് വാട്സപ്പിൽ ഉമ്മാന്റെ ഫോൺ വാങ്ങിയിട്ട് എഴുതി വിടുകയാണ്, ഉമ്മാക്ക് തള്ള വൈബാണ്, ബാപ്പക്ക് തന്ത വൈബാണ്, രണ്ടാളും അനുമതി തന്നിട്ടില്ല. എങ്ങനെയാണ് നീ നിന്റെ ഉപ്പാനെ ശരിയാക്കിയത്? അപ്പൊ അപ്പുറത്തുള്ള ചങ്ങായിന്റെ മറുപടി, എന്റെ വാപ്പാക്ക് അങ്ങനെ തള്ള വൈബൊന്നുമില്ല, എന്റെ വാപ്പാക്ക് അങ്ങനെ തള്ള വൈബൊന്നുമില്ല, എന്ത് ചോദിച്ചാലും റെഡിയാ. എന്തിനാണെന്ന് അറിയോ? ചിലർക്ക് തന്ത വൈബില്ലാത്തത് കൊണ്ടല്ലോ ഒരു ദിവസമെങ്കിലും ശല്യം ഒഴിവാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഈ കുട്ടി മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ എല്ലാരും അങ്ങനെയാണ് എന്നല്ലോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചില ഉമ്മമാരങ്ങനെയാണ്. ഒരു ദിവസമെങ്കിലും വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ, സ്കൂളിന്റെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകുമെങ്കിൽ ഒന്ന് കൊണ്ടുപോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഭർത്താക്കന്മാര് ചിലപ്പോൾ ഭാര്യനെ കൂട്ടാതെ ടൂർ പോയാൽ ഭാര്യനോട് ആ ഭർത്താവിന് ദേഷ്യം പിടിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോ ചില ആൾക്ക് തോന്നിയാണ്, മൊയ്ലിയാരെ ടൂർ പോകാന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിന് തെറ്റാണോ, ഹറാമാണോ, നിഷിദ്ധമാണോ, യാത്ര ഇസ്ലാം നിഷേധിച്ച കാര്യമാണോ? ഒരിക്കലും അല്ല. മുസ്ലിയാർ ഇവിടെ വന്നതും യാത്ര ചെയ്തിട്ടാണ്. ഞാൻ ഇവിടെ വന്നതും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ മഗ്രിബും ഇശാവും ജമാക്കിയിട്ടാ ഞാൻ നിസ്കരിച്ചത്. ഇശാ നിസ്കരിക്കുമ്പോൾ ഞാൻ 2 നിസ്കരിച്ചിട്ടുള്ളൂ. ഇങ്ങക്ക് മാത്രം ഒരു 2. നിങ്ങളെ നാട്ടുകാരനല്ല, നിങ്ങളൊക്കെ നിസ്കരിച്ചത് 4 ആണെങ്കിലും എനിക്ക് 2 വേണ്ടൂ. കാരണം ഞാൻ യാത്രക്ക് ആവശ്യമായ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് എനിക്ക് ഇസ്ലാം തന്ന ഇളവാണ് 2 റക്അത്ത് ചുരുക്കി നിസ്കരിക്കാം. ഇത് കേട്ടിട്ട് മഗ്രിബ് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. സുബ്ഹി ചുരുക്കിയിട്ട് തീരെ വേണ്ടാന്നും വിചാരിച്ചേക്കരുത്. അതിനുള്ള ഓപ്ഷൻ ഇല്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കണം. പറയുമ്പോ ചില ആളുകൾക്ക് തോന്നും, അതൊക്കെ എന്ത് പറയാനാ, അങ്ങനെയായിരുന്നു ഞാനും മുമ്പ് വിചാരിച്ചത്. ഞാൻ വളരെ പരിചയമുള്ള ഒരാള്, ഞാൻ അയാളെ കൂടെ ദുബായിൽ നിന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നീണ്ട യാത്രയിലാണ്. അയാളെ ഫാമിലി ഉണ്ട്, എന്റെ ഫാമിലി ഉണ്ട്. ഞങ്ങൾ രണ്ടാളും 2 വണ്ടിയിലാണ്. കുറെ അപ്പുറത്തെത്തിയപ്പോ മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോ ഞാൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് ഇനി ഇശായിലേക്ക് ജമാക്കണം, ഇവിടെ ഒന്നും നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകൂല. അപ്പൊ ഇയാൾ എനിക്ക് വളരെ പരിചയമുള്ള ആളാണ്, ഞാൻ വളരെ അടുത്ത ആളാണ്, എന്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്ത ആളാണ്. അപ്പൊ ഇയാൾ എന്നോട് തിരിച്ച് മറുപടി പറയാണ്, മഗ്രിബ് മാത്രല്ല, ഞാൻ അസറും മഗ്രിബും ഇശാവും ഒന്നിച്ചാണ് ജമാക്കിയിരിക്കുന്നത്. രാത്രിയിൽ ഇൻഷാ അല്ലാഹ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് അസറും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജമ്മിന്റെ പരിപാടിയില്ല. അസറിലേക്ക് ജമ്മാക്കാനുള്ള വകുപ്പുണ്ട്, അസറിനെ മുന്തിച്ച് ലോഹറിലേക്ക് ജമ്മാക്കാനുള്ള വകുപ്പുണ്ട്. അസറിനെ കൊണ്ടുപോയി മഗ്രിബിലേക്ക് കൂട്ടിയടിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും മഗ്രിബും ഇശാവും തമ്മിലല്ലാതെ മഗ്രിബും സുബഹി വരെയും ഒന്നിച്ച് കിടക്കട്ടെ, രാവിലെ ഏതായാലും സുബഹിക്ക് എഴുന്നേൽക്കേണ്ടി വരും, രാവിലെ 3ഉം കൂടി കൊടുക്കാന്ന് വിചാരിച്ചേക്കരുത്. മഗ്രിബിന്റെ സമയത്തേക്ക് മുന്നോട്ട് ഇശായിനെ മുന്തിച്ച് ജമ്മാക്കാം, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ചും ജമ്മാക്കാം. മഗ്രിബിനെ 3 അല്ലാതെ 2 ആക്കി നിസ്കരിക്കുന്ന പരിപാടിയില്ല. സുബഹിയെ 1 ആക്കിയോ 0 ആക്കിയിട്ടോ തള്ളുന്ന പരിപാടിയില്ല. അതേ സ്ഥാനത്ത് ഇശാ, അസർ, അതുപോലെ സുബ്ഹ് നിസ്കാരം, ഈ 4 റക്അത്തുള്ള 3 നിസ്കാരങ്ങൾ അത് 2 ആക്കി ചുരുക്കി നിസ്കരിക്കാൻ വകുപ്പുണ്ട്. അത് അല്ലാത്ത സമയത്താണെങ്കിൽ പോലും സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ട്, അസർ നിസ്കരിച്ചിട്ടില്ല, അസർ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും യാത്രക്കാരന് അസർ നിസ്കാരം ഖസറാക്കിയിട്ട് 2 റക്അത്ത് സുന്നത്ത് അതേ നിസ്കരിക്കല്, ഖസറാക്കിയിട്ട് ചുരുക്കി നിസ്കരിക്കല് സുന്നത്താണ് എന്നാണ് മസ്അല. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വന്നത് എന്താണ് എന്ന് മനസ്സിലായോ? ഇസ്ലാം യാത്രകൾക്ക് ഇളവ് നൽകിയ മതമാണ്.
യാത്രക്ക് പ്രോത്സാഹനം നൽകിയിട്ട് ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് യാത്രയിൽ ലോറിക്കാരൻ 2 നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ മതാണ്. ചെറുപ്പക്കാരെ, എല്ലാം തട്ടിക്കളയുന്ന മതാണ് ഇസ്ലാം എന്ന് വിചാരിക്കരുത്. എല്ലാം തള്ളിക്കളയുന്ന മതാണ് ഇസ്ലാം എന്ന് വിചാരിക്കരുത്. എല്ലാം തള്ളി പറയുന്ന മതമാണ് ഇസ്ലാം എന്ന് വിചാരിക്കരുത്. യാത്രകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് ആ മക്കയിൽ ജീവിച്ച് വീണ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്താക്കിയതല്ല കേട്ടോ. അങ്ങനെ നബി തങ്ങളെ പുറത്താക്കാൻ മാത്രം കെൽപ്പുള്ള ഒരാള്, അങ്ങനെ ഒരു അബൂജഹൽ ലോകത്ത് ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഇബ്ലീസ് ജനിച്ചിട്ടില്ല. അത്ര കെൽപ്പുള്ള ഒരു സൃഷ്ടി ലോകത്തിയില്ല. അല്ലാഹു ലോകത്തെ ആദരിച്ച് പറഞ്ഞേച്ച നേതാവാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ പുറത്താക്കാൻ മാത്രം കെൽപ്പുള്ള ഒരാളില്ല. അതേ സ്ഥാനത്ത് ആ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുന്നത് വരെ ഒരവസരം കൊടുക്കണമെന്ന നിലക്ക് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അൻസാരികളായ സഹാബത്ത് കൂടെ പോയിട്ടുണ്ട്. അവരതിനെ ആസ്വദിച്ചിട്ടുണ്ട്, അത് ആസ്വാദനത്തോടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ഹിജ്റ യാത്രയെ കുറിച്ച് മഹാന്മാരായ സഹാബത്ത് കൃത്യമായി ഓരോ പോയിന്റുകളിലും ആ നേതാവ് ചെയ്തു വെച്ച കർമ്മങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയ ചരിത്രമായി കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരിക്കലും അവിടുത്തെ പുറത്താക്കാൻ അധികാരമുള്ളൊരു സൃഷ്ടി ലോകത്തിയില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്താക്കി എന്ന് പറയരുത്. കേടാണ്. അവിടുത്തെ പുറത്താക്കാൻ കെൽപ്പുള്ളവനില്ല. അതേ സ്ഥാനത്ത് അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്, ആസ്വദിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. കേൾക്കുന്ന ചെറുപ്പക്കാരെ, യാത്രകളാകാം, യാത്ര ചെയ്യാം. ഇമാമിങ്ങളെ ചരിത്രം പരിശോധിച്ചോളൂ, ഇമാമിങ്ങളെ ചരിത്രം പരിശോധിച്ചോളൂ. അതിന് വിടണമെന്നില്ല, എന്ത് സെറ്റായാലും അതിന് വിടണമെന്നില്ല. ഇവിടുന്നൊക്കെ കളിക്കാം, അങ്ങോട്ട് പോകാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? ആ, സംഘാടകർ ശ്രദ്ധിച്ചാൽ മതി, വൾഡിയർമാർ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ പുറത്താക്കാൻ അധികാരമുള്ള ഒരാള് അങ്ങനെ ഒരാളില്ല. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയിട്ടുണ്ട്, മദീനയിലേക്ക് പലായനം ചെയ്തു പോയിട്ടുണ്ട്. അത് അവിടുത്തെ നാട്ടിന്റെ സമാധാനത്തിന് വേണ്ടി, അവിടുത്തെ നാട്ടിന്റെ സന്തോഷത്തിന് വേണ്ടി ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് കേൾക്കുന്ന വിശ്വാസികളെ അവിടുന്ന് അതിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്രകളാകാം, നിങ്ങൾ യാത്ര പോയിക്കോളൂ. ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ യാത്ര പോയിക്കോളൂ. എന്റെ വകയിലല്ല, ഖുർആനാണ് പറഞ്ഞത്. സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. നിങ്ങൾ യാത്ര ചെയ്യണം, യാത്ര ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം, അതിലൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. യാത്ര ചെയ്യണം. പക്ഷേ ഓ ചെറുപ്പക്കാരാ, മറ്റുള്ളവന്റെ ഭാര്യനെ കാണാനുള്ള അവസരങ്ങളായി യാത്രകൾ ഉപയോഗപ്പെടുത്തരുത്. അപ്പൊ പിന്നെ യാത്ര ഹറാമാണ്. മറ്റുള്ളവന്റെ കൂട്ടുകാരന്റെ ഭാര്യന്റെ കൂടെ ഡാൻസ് ചെയ്യാനുള്ള അവസരമാണോ യാത്ര? ആ യാത്ര ഹറാമാണ്. അന്യപെണ്ണിന്റെ കൂടെ വിലസാനുള്ളതല്ല യാത്ര, അവളുമായി സല്ലപിക്കാനുള്ളതല്ല യാത്ര, അവളുമായി പങ്കുവെക്കാനുള്ളതല്ല യാത്ര. അത് ഉംറയുടെ പേരിലാണെങ്കിലും അല്ല മറ്റെന്തെങ്കിലും പേരിലാണെങ്കിലും, പേര് എന്ത് തന്നെ പറഞ്ഞാലും അന്യപെണ്ണുമായി കലരാനും അവളുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അവളുമായി കണക്ഷൻ ഉണ്ടാക്കാനുമുള്ള യാത്രയാണോ? യാത്ര ഹറാമാണ്. യാത്രകൾക്ക് സമ്മതങ്ങൾ വേണം, സമ്മതത്തോടുകൂടെയുള്ള യാത്ര വേണം. എന്തിന്റെ സമ്മതമാണ് വേണ്ടത്? അല്ലാഹുവിന്റെ ദീനിന്റെ സമ്മതമുള്ള യാത്രയാകണം. ആ യാത്ര അങ്ങനെ ആകണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമുള്ള യാത്രയാകണം, പാപ്പന്റെ പൊരുത്തമുള്ള യാത്രയാകണം. അവരിഷ്ടപ്പെടാത്ത യാത്രയാകരുത്, അവരിഷ്ടപ്പെടാത്ത യാത്രയാകരുത്, അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന യാത്രയാകരുത്, അവരെ തള്ളിക്കൊണ്ടുള്ള യാത്രയാകരുത്, അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാകരുത്. ഇതിലധികം പറയാനാ, നിങ്ങൾക്ക് കഴിവുണ്ടോ ഹജ്ജ് ചെയ്യണമെന്നാണ് ഇസ്ലാം. ഉമ്മന്റെയും ബാപ്പന്റെയും സമ്മതം കൂടാതെ ഹജ്ജ് പോലും ചില അളവുകളിൽ പറ്റുന്നില്ല, നിനക്ക് നിർബന്ധമാകുന്നില്ല. ഇരിക്കട്ടെ,
ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. യാത്രകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. യാത്രകൾ ഒരിക്കലും ഹറാമിന്റെ വഴികൾ തുറക്കുന്ന യാത്രകളാകരുത്, ഹറാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന യാത്രകളാകരുത്, അതിനുവേണ്ടി സുടിപിടിക്കുന്ന യാത്രകളാകരുത്. ചിന്തകൾ ഉൾക്കൊള്ളുന്ന യാത്രകളാകണം, ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന യാത്രകളാകണം. നിങ്ങൾ വയനാട്ടിലോ അല്ല മൂന്നാറിലോ അല്ല നിങ്ങളെ മംഗലാപുരം ഭാഗത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല, കാളസ എന്ന് പറയുന്ന പ്രദേശത്താണോ എവിടെയാണോ നിങ്ങൾക്ക് പ്രകൃതി ആസ്വദിക്കാനുള്ളത്, പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലലു സുന്നത്താണ്. അത് ജീവിതത്തിൽ പിടിച്ചുകൊണ്ടുള്ള സുന്നത്തെടുത്തുള്ള യാത്രയാകണം. ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലലു സുന്നത്താണ്. അങ്ങനെ സുന്നത്തെടുത്തുകൊണ്ടുള്ള യാത്രയാകണം. തഹ്മീദ് ചൊല്ലലു സുന്നത്താണ്. ദിക്റുകൾ കൊണ്ടുള്ള യാത്രകളാകണം. അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ടുള്ള യാത്രയാകണം. ആരുമില്ലാത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ ആ റബ്ബിന് സ്തുതി പറയാൻ അറിയണം, ആ റബ്ബിനെ ഓർമ്മിക്കാൻ കഴിയണം, ആ റബ്ബിന് നന്ദി പറയാൻ കഴിയണം, ആ റബ്ബിന്റെ മഹത്വം പറയാൻ കഴിയണം. അങ്ങനെ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്രകളാണോ നമ്മളെ ഇമാമികളെ മുഴുവനും യാത്ര ചെയ്തവരാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത ആളാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ യാത്ര ചെയ്ത ആളാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ യാത്ര ചെയ്ത ആളാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത ആളാണ്. ഇതിലധികം പറയാനാ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി മഹാനവറുകളെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമാമിങ്ങളാകുന്ന ഇമാമിങ്ങളെയൊക്കെ പരിശോധിച്ചാൽ അവർ യാത്ര ചെയ്തവരാണ് എന്നാ ഞാൻ പറഞ്ഞത്. യാത്രകളാകാം, പക്ഷെ അള്ള പൊരുത്തപ്പെടാത്ത അള്ള ഇഷ്ടപ്പെടാത്ത യാത്രകളായിക്കൂടാ. ഉമ്മാന്റെ പൊരുത്തില്ലാത്ത ടൂർ അടിച്ചുകൂടാ, ബാപ്പാന്റെ പൊരുത്തമില്ലാത്ത ടൂർ നീക്കൂടാ. തൽക്കാലം ബാപ്പാന്റെ പൊരുത്തം അവിടെ നിൽക്കട്ടെ, ഉമ്മാന്റെ പൊരുത്തം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ കറങ്ങിയിട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ നിർവാഹമില്ല. നിയമങ്ങളെ തട്ടിമാറ്റിയിട്ട്, നിയമങ്ങളാകുന്ന ഇസ്ലാമിന്റെ സംഹിതകളെ തട്ടിമാറ്റിയിട്ട് പുതിയ ലോകത്ത് ജീവിക്കുന്ന നിയമങ്ങളില്ലാത്ത എല്ലാറ്റിനും യെസ് പറയണമെന്ന് ചിന്തിക്കുന്ന പുതിയ ജനറേഷന്റെ ജീവിതത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഓ വേല കേൾക്കുന്ന മുസ്ലിമേ, തന്തവൈബ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മക്കളെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടതില്ല. വൈബ് എന്ന് പറയും. ഉമ്മാക്ക് തോന്നുകയാണ് എന്നെ വയസ്സെത്തിയാക്കോ പഠിച്ചോനെ, ഞാൻ എങ്ങനെയാ ഇത് പറയാന്ന് വിചാരിച്ചിട്ട് ഉമ്മമാര് പറയാതിരിക്കരുത്. ഞാൻ ആ സ്കൂളിൽ പോയപ്പോ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് തന്ത വൈബാണ്, നിങ്ങൾ ഉമ്മാനെ പറ്റിയല്ലേ തോന്നുന്നത്, നിങ്ങളെ പറ്റി തന്ത വൈബ് എന്ന് തോന്നുന്ന വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരറിയോന്ന് ചോദിച്ചു. അവ കുട്ടികൾ പറഞ്ഞു, അറിഞ്ഞൂടാ, ഞങ്ങളെ കുറിച്ച് തന്ത വൈബ് എന്ന് പറയാൻ ഞങ്ങൾ തന്തകളാ, ഞങ്ങൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ. ഞാൻ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പറ്റി തന്ത വൈബാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ. ഇപ്പൊ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ മുമ്പ് കാലം പോലെയല്ല, പഴയ കാലമാണെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വാല്യൂ പറയണമെങ്കിൽ ഇങ്ങനെ SSF, SYS, മുസ്ലിം ജമാഅത്തും അതുപോലെയുള്ള സംഘടനകളോ അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോ ഔലിയാക്കളെ സ്മരിക്കുന്ന മഹാന്മാരുടെ സ്മരണ പുതുക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ഉറൂസ് കമ്മിറ്റികളൊക്കെ ഉണ്ടായാലാ ജനങ്ങളോട് വാല്യൂ പറയാൻ പറ്റുക. ഇപ്പൊ അങ്ങനെയല്ല. ഒരു വിവരമില്ലാത്തവനും വാല്യൂ പറയണമെന്ന് വിചാരിച്ചാൽ, ഒരു വിവരമില്ലാത്തവനും ജനങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതി. അതിനെന്താ വേണ്ട മില്ലേരെ, എന്തോ ചെലവുണ്ടാവും? ഒരു ചെലവുമില്ല. അക്കൗണ്ട് ഉണ്ടാക്കണം, കയറിയിട്ട് തെറിയങ്ങ് വിളിച്ചാൽ കുറെ ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടാവും. ഇപ്പൊ അങ്ങനത്തെ കാലാണല്ലോ അല്ലേ? തൊപ്പിയിട്ടിട്ടോ ഇല്ലാതെയോ, അല്ലെങ്കിൽ കുപ്പായ ഇട്ടിട്ടോ ഇടാതെയോ, ഇനിയല്ല ഉള്ളു കാണുന്ന കുപ്പായം തേച്ചിട്ടോ ഇല്ലാതെയോ, രണ്ടർത്ഥമുള്ളതോ മൂന്നർത്ഥമുള്ളതോ നാലർത്ഥമുള്ളതോ വിവരമുള്ളതോ ഇല്ലാത്തതോ എന്തെങ്കിലും പറഞ്ഞ നേരത്തിനായാൽ മതി. വിവരം കേട്ടത് പറയുമ്പോ ഓനെ ഫോളോ ചെയ്യാൻ കുറെ ആളുകൾ. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അതിന് കുറെ സിന്ദാബാദ് വിളിക്കാൻ കുറെ ആളുകൾ, ഞങ്ങൾ അവന്റെ ഫാൻസ് ആണ് എന്ന് പറയാൻ കുറെ ആളുകൾ. വല്ലാത്തൊരു ലോകത്താണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? അധ്യാപകന്റെ മുഖത്ത് നോക്കിയിട്ട് മക്കള് ചൂടാകുമ്പോ നമ്മളെ ചെറിയ പിഞ്ചു പൈതലുകള്, എടോ നിനക്കറിയോ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള സമിതികളുണ്ട്, ഇവിടെ വിളിക്കാനുള്ള മൊബൈൽ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരൊറ്റ കോള് കൊണ്ട് നിന്നെ ജയിലിൽ കിടത്താൻ അറിയാമെന്ന് മക്കള് ഭീഷണിപ്പെടുത്തുകയാണ്. ആരെ? ഇതിനെ പഠിപ്പിക്കുന്ന അധ്യാപകനെ. മോനെ, നിനക്ക് ചിലപ്പോ ആ അധ്യാപകനെ ഇല്ലാത്ത കേസ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ജയിലിലടക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കി വെച്ചോ, ഈ ലോകം മുഴുക്കി അടക്കി ഭരിക്കുന്ന ലോകത്തിന്റെ അധിപനായ റബ്ബ് നിനക്ക് പകരം തരാതിരിക്കൂല.
ഏതോ വിവരം കെട്ട ആളുകൾ പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഉസ്താദുമാർക്കെതിരെ, സ്വന്തം അധ്യാപകന്മാർക്കെതിരെ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, നിനക്ക് അധ്യാപനം നടത്തി തന്നവനാണോ അവനെ ബഹുമാനിച്ചോളണം, അവനെ ആദരിച്ചോളണം. നിന്റെ അധ്യാപകനാണോ, നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ അവസരം തന്നവനാണോ, അവനെ ബഹുമാനിച്ചോളണം. എന്തിലധികം പറയാനാ? ഇസ്ലാമിന്റെ ആശയം എത്ര വിശാലമായ ആശയമാണ്. മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിതം കൊണ്ട് തന്നെ മനുഷ്യന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് നന്മകൾ തെളിയിക്കാൻ സാധിച്ച സ്വഹാബിയാ മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒരു ദിവസം ചോദിച്ചോ, ഹബീബായ നബിയേ, ഏറ്റവും കൂടുതൽ അംഫായ മനുഷ്യനാരാണ്, ഏറ്റവും ഉപകാരപ്പെടുന്ന മനുഷ്യനാരാണ്, ഉപകാരമുള്ളവനാരാ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ് എന്നറിയോ? അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സൽസ്വഭാവിയാരാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാ, അവനാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഏറ്റവും ഉപകാരപ്രദമായവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അവിടെ അൻഫഉൽ ലിന്നാസ്, ഓ ഹബീബായ നബിയേ, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അൻഫആയ ആള് ആരോട്? അൻഫആയ ആള് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹബീബായ നബിയേ, അഹബ്ബുൽ ഇബാദി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമാരാണ് നബിയേ? അൻഫഉൻ നാസി ലിന്നാസ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടിയാണ് അൻഫഉൻ, ഏറ്റവും കൂടുതൽ അൻഫഉൻ നാസി ലിന്നാസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരാണോ, അല്ലാതെ മുസ്ലിമിന് ഉപകാരം ചെയ്യുന്നവനാരാണോ എന്നല്ല, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ അഫ്ളലിൽ അഅമാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഹബീബായ നബിയേ, ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ് നബിയേ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇദ്ഖാലു സുറൂരി അലൽ ഖൽബിൽ മുഅ്മിൻ, ഏറ്റവും അഫ്ളലായ അമല് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനാണ്, വേദനിപ്പിക്കുന്നവനല്ല, സന്തോഷിപ്പിക്കുന്നവനാണ്. എന്തിനാണ് അവനെ സന്തോഷിപ്പിക്കുന്നത് എന്നറിയോ? അവന്റെ വിശപ്പിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾക്ക്, കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ട് മനസ്സിൽ സന്തോഷിപ്പിക്കുന്ന മുഅ്മിനാരോ അവനാണ് നിങ്ങളെ കൂട്ടത്തിലേറ്റവും അഫ്ളലായ അമൽ ചെയ്യുന്നവനെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ചിലപ്പോൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ചെലവില്ലാതെ പ്രസംഗിക്കുന്ന ഇത്തരം ആളുകൾ അവര് പറയുന്ന വാക്ക് കേട്ടിട്ട് ഉമ്മാനെ തള്ള വൈബാക്കിയാൽ, പാപ്പനെ തന്ത വൈബാക്കിയാൽ നമ്മൾ വിവരം കെട്ടവരാണ്. ഈ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ജീവിതം തള്ള വൈബാണ് തന്ത വൈബാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത്
ആരാണ് എന്നറിയോ? LKG പഠിക്കുന്ന മക്കളാണ്, UKG പഠിക്കുന്ന മക്കളാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. അവരെ വൈബ് എങ്ങനെ? LKG UKG അതുപോലെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ വൈബ് എങ്ങനെയാ? അവരെ വൈബ് അവർക്ക് നമ്മളെ സ്കൂളുകളിലൊക്കെ ഊരാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മള് കാര്യം അത് പൊട്ടിയും പോകും. അങ്ങനെയുള്ള ചെറിയ സാധനത്തിന്റെ മേലെ കയറിയിട്ട് അവരിങ്ങനെ ഊരും. പിന്നെയോ കയ്യിൽ പിടിക്കുന്ന കാറിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഊരിട്ടു. അതൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വൈബാണ്. ആ മക്കള് നമ്മളടുത്ത് വന്നിട്ട് പറയും, ഈ കാറൊന്ന് ഓട്ടി കാണിച്ചു തരുമോ? നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന കാറില്ലേ, ആ കാറിങ്ങനെ 6 റുപ്യന്റെ 7 റുപ്യന്റെ ഒക്കെ കാറില്ലേ, ആ കാറിങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ഉരുട്ടും. അപ്പം ബാപ്പന്റെ അടുത്ത് വന്നിട്ട് ബാപ്പനോട് പറയാണ്, ഇതൊന്ന് തള്ളു വാപ്പാ. അപ്പം ബാപ്പ ഇങ്ങനെ പതുക്കെ പറയാണ്, കുട്ടി വൈബാണ്, കുട്ടി വൈബാണ്. ആ കുട്ടിയൊക്കെ പറഞ്ഞൂടെ? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ മൊബൈൽ ഫോണും ഗെയിം ഒക്കെ കണ്ട് വളർന്നിരിക്കുന്ന നമ്മളെ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളോട് ഇപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാറ് കൊടുത്തിട്ട് ബാപ്പാനോട് വിദേശത്ത് നിന്ന് വരുമ്പോ മോൻ വിളിച്ചു പറഞ്ഞു, ബാപ്പാ എനിക്ക് നല്ല കാറ് വേണമെന്ന് അല്ലേ? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ പറഞ്ഞത്. ഇപ്പൊ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളെ വൈബിന്റെ കോലം പറയണ്ടല്ലോ അല്ലേ? ഞാന് സൗദി അറേബ്യയിൽ ഒരു മൊയ്ലിയാരെ വീട്ടില് അയാളെ നിർബന്ധിച്ചിട്ട് അയാളെ വീട്ടിൽ പോയി ഒരു ദിവസം. അങ്ങനെ അയാളെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കയറി അങ്ങ് ചെല്ലുമ്പോ ഒരു കുട്ടി പുറത്തുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടി ഒരൊറ്റ ഓട്ടാണ് എന്റെ മുന്നിൽ നിന്നാണ് ഓടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പുറത്തേക്ക് പോവാണ് കുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പ ഓടി പോയിട്ട് കുട്ടീനോട് എവിടെയാ പോകുന്നത്? അപ്പൊ ഈ കുട്ടി പറയാണ്, ഞാൻ നോക്കട്ടെ ഉസ്താദ് ഏത് വണ്ടിയിലാ വന്നത് നോക്കട്ടെ, BMW ആണോ Audi ആണോ ഏതാ വണ്ടി നോക്കട്ടെ. നമ്മളെ മക്കള് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴുള്ള സ്വപ്നം അങ്ങനെ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലൈസൻസ് കിട്ടുമെങ്കിലും വണ്ടി എടുത്ത് ഓടിക്കും അല്ലേ? ഓടിക്കൂലേ അല്ലേ? ബാപ്പാക്ക് ഏതാ ക്ലച്ച് എന്ന് വെച്ചാൽ അറിയില്ല, മൂപ്പർക്ക് ചവിട്ടാനേ അറിയുള്ളൂ. കുട്ടികൾക്ക് ക്ലച്ചും അറിയാം, ബ്രേക്കും അറിയാം, ഒക്കെ അറിയാം. എന്നിട്ട് കുട്ടിയൊക്കെ തോന്നാണ് ഞാൻ തന്നെ അങ്ങ് എടുത്താൽ പോരെ, ഇതിങ്ങനെ ആക്കിയാ പോരെ എന്നാവും ചോദിക്കുന്നത്. ബാപ്പ ഇങ്ങനെ ആക്കുന്ന കണ്ടിട്ട് ക്ലച്ചും എനിക്കറിയാം, ബ്രേക്കും എനിക്കറിയാം, ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കിയാ പോരെ എന്നാ കുട്ടി ചോദിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? 10ാം ക്ലാസ്സിൽ എത്തുന്നവന്റെ വൈബല്ല LKG വൈബ്. LKG പഠിക്കുന്ന കുട്ടിക്ക് ബാപ്പ വിദേശത്ത് നിന്ന് വരുമ്പോ കാറ് വേണമെന്ന് പറഞ്ഞപ്പോ ബാപ്പ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു. എന്താണെന്ന് അറിയാം? നല്ല ബെൽപ്പുള്ള നമ്മള് നാട്ടിലെ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നോവ എടുത്തിട്ട് ബാപ്പ വന്നിട്ട് വിദേശത്ത് നിന്ന് വന്നിട്ട് പറയണം, മോനെ നല്ല കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ LKG കുട്ടി പറയാണ്, അല്ല ഈ കാർ എനിക്ക് എന്തിനാ? കുട്ടിക്ക് ദേഷ്യം പിടിച്ചിട്ട് കാർ എറിഞ്ഞു പൊളിച്ചു കളയൂ അല്ലേ? കാരണം കുട്ടിക്ക് ഈ വലിയ കാർ ഓടിക്കാൻ അറിയൂല, ഓനെ കാല് ഈ ക്ലച്ചിലേക്ക് എത്താനായിട്ടില്ല. അങ്ങനത്തെ എനിക്ക് ഇത്ര വലിയ കാർ കൊണ്ട് കൊടുത്താൽ അംഗീകരിക്കുവോ? അപ്പൊ ബാപ്പ തിരിഞ്ഞിട്ട് പറയാൻ, കുട്ടി വൈബാണ്, കുട്ടി വൈബാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ എങ്ങനെ ഉണ്ടാകും? ഇത് തന്നെയാണ് ബാപ്പമാരും മക്കളും തമ്മിൽ പരസ്പരം പറയുമ്പോ അവരുടെ പക്വത കൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സ്ഥാനത്ത് എല്ലാറ്റിനും ഇസ്ലാം അംഗീകരിച്ചതൊക്കെ ഹറാമാണ് 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 എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾ എന്തിനാണ് ഹറാമാണെന്ന് പറയുന്നത്? അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾ എന്തിനാണ് ഹറാമാണ് എന്ന് പറയുന്നത്? കള്ള് അള്ളാഹ് വിരോധിച്ചതാണ്, സോഡ അള്ളാഹ് വിരോധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സോഡ കുടിക്കാലോ, കള്ള് തന്നെ കുടിക്കണമെന്ന് വാശി പിടിക്കരുത്. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ശരീരത്തിലെ രോമങ്ങൾക്കിടയിൽ ചെറിയ പൊടി പാറ്റി കഴിയുമ്പോഴേക്ക് മാനസിക നില തെറ്റിപ്പോയി സ്വന്തം ഉമ്മാനെ കൊല്ലുന്നതിന് മടിയില്ലാത്ത മക്കള് വളർന്നു വരുന്ന കാലഘട്ടം. അല്ലാഹ് നമ്മളെ സമുദായത്തെ നന്നാക്കി തരട്ടെ. കേൾക്കുന്ന ഏതെങ്കിലും കോളേജുകളിലോ മറ്റെവിടെങ്കിലും പഠിക്കുന്ന നമ്മളെ മക്കള് അവർക്ക് നമ്മളെ ശ്രദ്ധയില്ലാതെ പോയാൽ, നമ്മളെ നോട്ടമില്ലാതെ പോയാൽ അവര് വഴിവെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. ചില ബാപ്പാർക്കൊരു തോന്നലാണ്, ചില ഉമ്മമാർക്കൊരു തോന്നലാണ്, എന്റെ കുട്ടി എങ്ങനെ ചെയ്യൂല, എന്റെ മകൻ എന്നോട് അങ്ങനെ ചെയ്യൂല, എന്റെ മകൾ എന്നോട് അങ്ങനെ ചെയ്യൂല. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, നമ്മളെ ചതിച്ചു കളയും കേട്ടോ. മക്കളെ ശ്രദ്ധിക്കല് ബാപ്പമാരെ ഉത്തരവാദിത്തമാണ്, ഉമ്മമാരെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ആളുകൾ ചിലപ്പോൾ ശിശുക്കളെ സംരക്ഷകരാണ്, അല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവർ കേസെടുക്കൂന്ന് പേടിച്ചതിന്റെ പേരിൽ നമ്മളെ മക്കളെ നമ്മൾ നോക്കാതിരുന്നാൽ, നമ്മളെ മക്കള് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, നമ്മളെ മക്കള് പേച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.
പണത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു ലോകം. യാതൊരുമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ മുസ്ലിം നാമധാരികളായ നല്ല മക്കളെ കയ്യിലേക്ക് എങ്ങനെയാണ് ഈ MDM എത്തുന്നത്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്തുന്നത്? പേര് കിട്ടാത്ത വസ്തുക്കൾ എത്തുന്നത്? പാപ്പമാര് പോലും പേടിക്കുന്ന ഈ വസ്തുക്കൾ എങ്ങനെയാണ് പലരുടെ കയ്യിലും എത്തിച്ചേരുന്നത്? നമ്മളെ കാസർഗോഡും മംഗലാപുരത്തൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ ഇങ്ങ് പ്രസംഗിച്ചാൽ പത്രം വായിച്ചാൽ അത് കള്ളമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് പേടിക്കേണ്ട ഒരു കാലമായി നമ്മളെ കാലം മാറിപ്പോയില്ലേ? യാതുമില്ല. കള്ള് കുടിക്കണമെങ്കിൽ കള്ള് ഷാപ്പില്ലാതെ കള്ള് കുടിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ മക്കളെ സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ പോലും തിരികെ കൊടുക്കുന്ന പണക്കൊതിയന്മാർ, സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ബാപ്പമാരെ സൃഷ്ടിക്കുന്ന വിവരം കെട്ട പണക്കൊതിയന്മാരിരിക്കുന്ന കാലം വന്നു പോയല്ലോ. അമാനത്തില്ലാത്ത ലോകം വന്നു പോയല്ലോ. പരസ്പര വിശ്വാസം തകർന്നു പോകുന്നൊരു ലോകമായി നമ്മളെ ലോകം മാറിപ്പോയല്ലോ. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ കാവല് നൽകണേ അല്ലാ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ കാക്കണേ അല്ലാ. വയല് കേൾക്കുന്ന മുസ്ലിമേ, അതിന് വഴിയൊരുക്കുന്ന കോളേജുകളായി, അതിന് വഴിയൊരുക്കുന്ന ഇടങ്ങളായി നമ്മളെ മക്കളെ പഠന കേന്ദ്രങ്ങൾ മാറിക്കൂടാ. അവരവിടെ അത്തരം ഉപയോഗപ്പെടുത്തേണ്ട കേന്ദ്രങ്ങളിൽ അത്തരം ആവശ്യതകൾ വന്നുകൂടാ. മുസ്ലിം വ്യത്യാസമില്ലാതെ, മതത്തിന് നോട്ടമില്ലാതെ, ജാതികൾക്ക് നോട്ടമില്ലാതെ ഇത്തരം പണക്കൊതിയന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മൾ മാറിയില്ലെങ്കിലോ തലമുറകൾ നശിച്ചു പോകുന്നത് കണ്ടിട്ട് കരയാനല്ലാതെ പാപ്പമാരെ സാധിക്കൂല. നമ്മളെ ഉപ്പാപ്പമാര് കണ്ട, നമ്മളെ ഉമ്മാമ്മമാര് കണ്ട കള്ളുകളെക്കാളൊക്കെ എത്രയോ ഗൗരവമാണ് ഞാൻ പറഞ്ഞത്. കള്ള് കുടിക്കണമെങ്കിൽ പരസ്യമായി കാണേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും സഹായം കിട്ടേണ്ടി വരും. ഇതിനോ പൊടിവാറ്റിയ കൈ കൊണ്ടൊന്ന് കൈപിടിച്ചാൽ രോമക്കുഴിയിലൂടെ അതാ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അതുപോലെ അതാ ശരീരത്തിൽ ചെറിയ മുറിവേൽപ്പിച്ചിട്ട് പലതുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത്. വേല കേൾക്കുന്ന മുസ്ലിമേ, നമ്മളെ മക്കളെ നമ്മള് തടഞ്ഞില്ലെങ്കിൽ നമ്മളെ ബാപ്പാന്ന് വിളിക്കുന്ന മക്കളല്ലാതെ നമ്മളെ മക്കൾ അതപ്പതിച്ചു പോയാൽ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അതിന് കാരണമാകുന്ന ടൂറുകളാണോ? അതിന് കാരണമൊരുക്കുന്ന വഴികളാണോ? അതിന് വഴിയൊരുക്കുന്ന എന്തെങ്കിലും കേന്ദ്രങ്ങളാണോ? മാറി നിന്നേക്കണേ. വയത് കേൾക്കുന്ന ഉപ്പാ, മദ്രസകൾ പുച്ഛമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? അല്ലേ? വയല് കേൾക്കുന്ന ഉമ്മ, മദ്രസയിൽ പഠിക്കുന്ന മോന് 5ാം ക്ലാസ് വരെ പഠിച്ചില്ലേ, അതന്നെ ധാരാളാണ് എന്ന് പറയുന്ന ചിന്താഗതിയാണോ? 6ാം ക്ലാസ്സിൽ മദ്രസ കുട്ടികൾ കുറഞ്ഞു പോകുന്ന ലോകമാണോ? 10ാം ക്ലാസ് ആകുമ്പോൾ മദ്രസ അക്തറൊക്കെ മതി, ദുനിയാവ് മതി എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണോ? വയല് കേൾക്കുന്ന ഉമ്മ, നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച്, ഫർളുകളെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ സ്വന്തമായി അറിഞ്ഞിരിക്കേണ്ട പല മസലകളും അവരറിയാൻ പോകുന്ന പ്രായമാണല്ലോ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആലോചിക്കേണ്ടത്, എങ്ങനെയൊക്കെയാ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത് അവർക്ക് പഠിക്കാനുള്ള ഫിഖ്ഹിന്റെ മസലകളും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളും സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനുള്ള വഴികൾ നമ്മൾ മറച്ചു വെച്ചിട്ട് വെറും ദുന്യാവിന്റെ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റിപ്പോയാൽ MDM-കാരൻ വന്നിട്ട് കൈപിടിക്കുമ്പോ ഇത്തരം ഹറാമുകൾക്ക് ഒരു വട്ടം പോയിട്ട്, അരവട്ടം പോയിട്ട് 1% പോലും എന്റെ ശരീരത്തെ അനുവദിക്കൂലെന്ന് തന്റെ ഇടത്തോടെ പറയുന്ന മക്കളാക്കി നമ്മളെ മക്കളെ ഉയർത്തേണ്ട മദ്രസ കേന്ദ്രങ്ങളെ വിവരമില്ലാത്ത ഏതോ ആളുകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നോ, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആരെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങളോ പറയുന്നത് കേട്ടിട്ട് മുസ്ലിമേ മദ്രസ വിരോധികളായ അത്തരം കേന്ദ്രങ്ങളെ തള്ളിപ്പറയുന്നവരായാൽ നമ്മളെ മക്കൾക്ക് കിട്ടേണ്ട ആത്മീയ ലോകം എവിടെ നിന്ന് കിട്ടാനാ? നീ ചിലപ്പോ പള്ളിയുടെ പ്രസിഡന്റ് ആണ്, മദ്രസയുടെ സെക്രട്ടറിയാണ്, അത് നിന്റെ മകന്റെ മുടി 2 സൈഡും ചെത്താനുള്ള പെർമിഷൻ ആണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞാനല്ലേ
മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കുന്നത്? പറയുന്നത് കേട്ടാ തോന്നും മൂപ്പര് ബിസിനസ് ചെയ്തിട്ടാണ് മദ്രസ നടത്തുന്നത്. മൂപ്പര് ഇവിടെ പിരിവെടുത്ത് നടത്തുന്ന മദ്രസയല്ലേ? ഞാൻ സെക്രട്ടറി ആണടോ, ഞാനാ മുസ്ലിയാരെ നിനക്ക് ശമ്പളം തരുന്നത്. എന്റെ മകന്റെ മുടി എങ്ങനെ വെട്ടണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. തീമ്പളക്കുന്ന വാപ്പയായ അള്ളാന്റെ ദീനിന് വില കൽപ്പിക്കാത്ത വാപ്പമാരെ നമ്മളെ വാപ്പമാർ അതപ്പതിച്ചു പോയാൽ ഇത്തരം തോന്നിവാസങ്ങൾ സിനിമയിലൂടെയും അതുപോലെ അഭിനയങ്ങളിലൂടെയും കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളുടെ വാക്ക് കേട്ടിട്ട് നമ്മളെ മക്കൾ ഉസ്താദുമാർക്ക് വില കൽപ്പിക്കുന്നതിന് പകരം ഇത്തരം സിനിമാ ലോകത്തിന് വിവേകമില്ലാതെ അവർക്ക് പദാവധി സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന മക്കളാക്കി നമ്മളെ മക്കളെ വളർത്തിയെടുത്താൽ ആ സിനിമാ നടൻ സിനിമയിൽ അഭിനയിക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ആടുന്നത് കണ്ടിട്ട് നമ്മളെ മക്കളും ആടണമെന്ന് ചിന്തിച്ചാൽ നാട്ടിൽ കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഓടുന്ന സിനിമാ നടനെ പിന്തുടരുന്ന അവന്റെ വാൾപേപ്പർ ഫോണിലാക്കി വെച്ചിരിക്കുന്ന ഉപ്പാ, അങ്ങനെ സിനിമാ നടിയുടെ ചിത്രം വാൾപേപ്പറായി വെച്ചിരിക്കുന്ന പെങ്ങള്, അവള് ചെയ്തു വെച്ചിരിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ബഹുമാനുണ്ട് എന്ന് വിചാരിക്കുന്ന മക്കളായി നിങ്ങളെ മക്കൾ വളർന്നു വന്നു പോയാൽ അതിന്റെ ഉത്തരവാദി മദ്രസയിലെ ഉസ്താദാണോ? വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഞാൻ വേണ്ടതുപോലെ പഠിച്ചില്ല എന്നുള്ള ബോധമില്ലാത്തതിന്റെ പേരിൽ മദ്രസയിലും പഠിച്ചു, ദർസിലും പഠിച്ചു, ബിരുദവും വാങ്ങി. ഇപ്പൊ നോക്കുമ്പോ പറയാണ് ഞാൻ ഇസ്ലാമിലില്ല. അപ്പൊ ചില ആൾക്ക് തോന്നുകയാണ് ഇയാൾ ഓതിയിട്ട് ഇങ്ങനെയാണ് ആയത്. ദർസ് പഠിക്കുന്ന കാലത്ത് സിനിമയും കണ്ടിരുന്നാൽ എങ്ങനെയാണ്? ദർസ് പഠിക്കേണ്ട കാലത്ത് കിതാബോധാദം പഠിക്കാതെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാതെ അള്ളാന്റെ ഖുർആൻ യഥാർത്ഥത്തിൽ വായിച്ചർത്ഥം വെക്കാനുള്ള എന്താണ് അതിന്റെ ആശയം എന്ന് മനസ്സിലാക്കാനുള്ള തഫ്സീർ നോക്കി മനസ്സിലാക്കുന്നതിന് പകരം പാപ്പയും ഉമ്മയും നൽകിയ ഇത്തരം ചെറുപ്പകാലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് സിനിമ വിടാൻ കഴിയാത്ത മക്കളായി മക്കൾ ഉയർന്നു വന്നപ്പോൾ തൽക്കാലം മുസ്ലിയാനെ മുന്നിൽ ഉസ്താദിന്റെ മുന്നിൽ തലപ്പാവ് ധരിച്ചിട്ട് മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്നത് പോലെ ഇരുന്നിട്ട് പിൽക്കാലത്ത് പോയിട്ട് ഏതോ മതം സ്വീകരിച്ചിട്ടോ മതമില്ലാത്തവനായിട്ട് ഞാൻ വലിയ അങ്ങനെയുള്ള ബിരുദമുള്ളവനാണ്, ഇങ്ങനെയുള്ള ബിരുദമുള്ളവനാണ്, ഇസ്ലാം ശരിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ മുസ്ലിയാരെന്താ പേച്ചു പോയത് എന്നുള്ളതിന് കാരണം ദർസാണ് എന്ന് പറയുന്ന വിവരദോഷികളില്ലേ? ഓ മുഅ്മിനായ മനുഷ്യ, സുൽത്താനുൽ ഉലമ പഠിച്ചത് ദർസിലാണ്, താജുൽ ഉലമ പഠിച്ചത് ദർസിലാണ്, താജുശ്ശരിയ പഠിച്ചത് ദർസിലാണ്. നമ്മളെ മുൻഗാമികളും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ എൽമികളൊക്കെ ദർസിൽ ഇരുന്ന് പഠിച്ചിട്ട് അവരാരും അങ്ങനെ പേച്ചു പോയിട്ടില്ലല്ലോ. എന്തേ പേച്ചു പോകാത്തത് എന്നറിയോ? അവര് പഠിക്കുന്ന കാലത്ത് സിനിമ കാണാൻ പോയവരല്ല, പഠിക്കുന്ന കാലത്ത് ബാപ്പമാരെടുക്കൽ നിന്ന് ഇങ്ങനെയുള്ള പാഠങ്ങൾ കിട്ടിയവരല്ല. അവർ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്, തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, ദുഹാ നിസ്കരിച്ചവരാണ്, റവാത്തിബ് ജീവിതത്തിൽ പകർത്തിയവരാണ്, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയവരാണ്. അങ്ങനെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ കേൾക്കുന്ന ഉപ്പാ നമ്മളെ മരണത്തിന്റെ ശേഷവും നമുക്ക് ഉപകരിക്കുന്ന മക്കളാണ്. അല്ലാതെ തന്ത വൈബ് എന്ന് പറയുമ്പോഴേക്ക് തള്ള വൈബ് എന്ന് പറയുമ്പോഴേക്ക് ഒക്കെ ജായിസാക്കി കൊടുക്കാൻ ഉപ്പമാരെ ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവനോട് ഉപദേശിച്ചാൽ അവൻ എന്നെ തള്ള വൈബാണ് എന്ന് പറഞ്ഞു കളയും, തന്ത വൈബാണ് എന്ന് പറഞ്ഞു കളയും. കല്യാണത്തിന്റെ ദിവസം അവന്റെ ഇഷ്ടം പോലെ കല്യാണം നടത്തട്ടെ എന്ന് ചിന്തിച്ചിട്ട് കല്യാണ വീടുകളിൽ തോന്നിവാസങ്ങൾക്ക് അവസരം കൊടുക്കുന്ന പാപ്പമാരെ, അയ്യോ ഉപ്പമാരെ, നമ്മൾ ഈമാനികമായി ചുരുങ്ങിക്കൂടാ. എന്റെ വീട്ടിൽ ഹറാമ് ചെയ്യുന്ന വിവാഹങ്ങൾ ഉണ്ടാകരുത്, അന്യപുരുഷൻ അന്യമോളെ പെണ്ണിനെ കാണുന്ന അവസരങ്ങൾ ഉണ്ടാകരുത്. എന്റെ വീട്ടിലൊരു മുസ്ലിയാര് വന്നിട്ട് അന്യ പെണ്ണുള്ളതിന്റെ പേരിൽ വീട്ടിൽ കയറാൻ പ്രയാസപ്പെടുന്ന രംഗുണ്ടാകരുത്. എന്റെ വീട്ടിൽ വരുന്ന സയ്യിദന്മാരെയും തങ്ങന്മാരെയും ഞാൻ ബഹുമാനിച്ചിട്ട് അവരങ്ങ് പോയാൽ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുന്നതിന് മക്കൾക്കും പെൺകുട്ടികൾക്കും അവസരം കൊടുക്കുന്ന വീടുകളായി എന്റെ വീട് മാറരുത്. ഓ മുഅ്മിനായ മനുഷ്യ, നമുക്ക് ദൃഢനിഷ്ഠയുണ്ടാകണം. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നിർബന്ധം. ഉസ്താദ് കല്യാണത്തിന് വന്നേ പറ്റുള്ളൂ. നിർബന്ധം കേട്ടാ തോന്നും പടച്ചോനെ നമ്മൾ പോയില്ലെങ്കിൽ ആ കുട്ടീന്റെ ഈമാൻ പോയി പോവോ തോന്നിപ്പോകും. അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരും. കല്യാണ വീട്ടിൽ ചെന്ന് നോക്കിയാലോ ഒരു മുസ്ലിയാർക്ക് കയറാൻ പോയിട്ട് ഈമാനുള്ള ഒരു മൂമിന് തന്നെ കയറാൻ പറ്റൂല. തോന്നിവാസം നടക്കുന്ന വീടുകളായി കല്യാണ വീടുകൾ മാറുകയാണ്. നമ്മളെ ഭാഗത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവല് നൽകട്ടെ. ആളുകൾക്ക്
മുസ്ലിമേ, സുഖങ്ങളൊന്നും നമ്മളെ ഈമാൻ ദുഷിപ്പിക്കുന്നതാകരുത്, സൗകര്യങ്ങളൊന്നും നമ്മളെ ഈമാൻ ദുഷിപ്പിക്കുന്നതാകരുത്. അപ്പൊ ചിലർക്ക് തോന്നുകയാണ് ആണും പെണ്ണും കലർന്നാൽ എന്ത് വരാനാണ് മുസ്ലിയാരെ. ചില ആളുകൾക്ക് ഒരു തോന്നല, ആണും പെണ്ണും കലരുമ്പോഴേക്ക് എന്ത് വരാനാ. ഇതെന്തൊരു കടുപ്പായി ഉസ്താദുമാർക്ക്. ആധുനിക യുഗത്തിൽ 1400 കൊല്ലം മുമ്പുള്ള നിയമം പറയാ ഇവര്. ഇപ്പോഴും ഒരു മാറ്റമില്ല. എന്തെങ്കിലും ഒരു മാറ്റം, ഒരു അപ്ഡേറ്റ് എങ്കിലും വരുത്തിക്കൂടെ അല്ലേ? പട്ടമിട്ട പെൺകുട്ടികളും മുസ്ലിം നാമധാരികള് അതാ മൈക്കിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്യാത്ത നിയമ സംഹിതയുള്ള മതാണ് മുസ്ലിമിന്റെ മതം. ഒക്കെ മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞു പോയില്ലേ? ഓപ്പങ്ങളെ മരിച്ചിട്ട് ഇന്ന് ഇതുവരെ ഒരു ശാസ്ത്രവും വായു കിടത്താൻ കാണിച്ചില്ലല്ലോ. കാണിച്ചോ? മരിച്ചിട്ട് മയ്യത്തായപ്പോൾ നിന്നെ വായുവിൽ കിടത്താൻ വളർന്നൊരു മയ്യേതെങ്കിലും ഒരു ശാസ്ത്രത്തെ കാണിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നില്ലേ ഇവിടെ? എവിടെ ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എവിടെ? നീ ഇന്ന് പറക്കുന്ന ബോയിങ് ഫ്ലൈറ്റുകളുണ്ട്, വലിയ വലിയ ട്രക്കുകളുണ്ട്, 2 നിലയുള്ള ഫ്ലൈറ്റുകളുണ്ട്. നീ പറക്കുന്ന ഫ്ലൈറ്റ് അന്ന് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചവൻ കണ്ടിട്ടില്ല. എന്റെ അവനിക്ക് ജീവിക്കാൻ അവസരം കൊടുത്തുകൂടായിരുന്നോ? മൊബൈൽ ഫോണ് കണ്ടുപിടിച്ചവൻ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? എവിടെടോ നിന്റെ മൊബൈൽ കണ്ടുപിടിച്ചവൻ? ഖബറിലാണ്. എനിക്ക് ഖബറിൽ പോകണ്ടെന്ന് പറയാൻ അധികാരമുള്ളൊരു ശാസ്ത്രജ്ഞന്, ഒരു ശാസ്ത്രജ്ഞന് ലോകം കണ്ടിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ചില ചെറുപ്പക്കാരുള്ള വിശ്വാസം അതൊന്നും സാരമില്ല, ശാസ്ത്രത്തിനല്ലേ കഴിവ്, അള്ളാഹ് എന്ത് കഴിവ്. അല്ല മനുഷ്യ, നീ അറിയോ ഇതേതാ വർഷം അറിയോ? ഏതാ മോനെ ഇത് വർഷം? 2025 അല്ലേ? ഇന്നത്തെ ഡേറ്റ് 21 ദിവസമായിട്ടേ ഉള്ളൂ നമ്മളെ ഈ ലോകത്ത് 2025 പറഞ്ഞിട്ട്. അമേരിക്കയിലും എത്രയേ ആയിട്ടുള്ളൂ അല്ലേ? 21 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്നാ ശാസ്ത്രം എത്ര മാറിയെന്നറിയോ? 21 ദിവസം കൊണ്ട്, 21 ദിവസത്തിനിടയില്, 10 കൊല്ലത്തിനിടയിലല്ല ഞാൻ പറയുന്നത്, വെറും ഈ 21 ദിവസത്തിനിടയില് ശാസ്ത്രം എത്ര മാറിയെന്നറിയോ നിങ്ങള്? 21 മാറ്റാണോ? അല്ല, അമേരിക്കക്കാരൻ തന്നെ എത്ര മാറിപ്പോയി അല്ലേ? ഒരു തീപിടുത്തം വന്നപ്പോഴാണ് നമ്മളെ സംവിധാനമല്ല ഇതെന്ന് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. ഇപ്പൊ അതിന്റെ മേലുള്ള സംവിധാനം നോക്കിയെടുക്കുകയാണ്. അതിനേക്കാൾ ഉയർന്നൊരു സംവിധാനം വരണമെങ്കിൽ അമേരിക്കക്കാരൻ അടുത്ത തീപിടുത്തം വരണം അല്ലേ? അപ്പോഴാ ബോധം വരല്. ഭൂചലനം ഉണ്ടായപ്പോ ചൈനക്കാരൻ കണ്ടുപിടിച്ചു ഭൂമി കുലുങ്ങിയാലും താഴോട്ട് വീഴാത്ത ബിൽഡിംഗ് സംവിധാനങ്ങള്. ഞാൻ അവരോട് പറയുന്നു, ഉണ്ടാക്കടോ നിങ്ങൾ ബിൽഡിങ്ങുകള്. അല്ലാഹുവിനെ തകർക്കാൻ കഴിയാത്ത ബിൽഡിങ്ങിനെ നിർമ്മിക്കാൻ ലോകത്തൊരു ശാസ്ത്രത്തിനും കഴിയുമെന്ന് തെളിയിക്കാൻ കഴിയൂല എന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ പുതിയതായി കണ്ടെത്തുന്നത് കൊണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. താൽക്കാലികമായി നമുക്ക് അങ്ങനെ ആശ്വാസം കിട്ടുന്ന പല സംവിധാനങ്ങൾ ഉണ്ടായേക്കും. റബ്ബെങ്ങാനും തീരുമാനമെടുത്താൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ അഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയണ ഭൂമിക്കൊരു കുലുക്കം വരാനുണ്ട്, നീ കുലുങ്ങാത്ത നിലക്ക് ബിൽഡിംഗ് നിർമ്മിക്കണോ? ആ ബിൽഡിങ്ങുകളാകുന്ന ബിൽഡിങ്ങുകൾ മുഴുവനും ആ ഒരൊറ്റ കുലുക്കത്തിന് ഭൂമിയിൽ തകർന്നു വീണു പോകും. ഭൂമിയുടെ പുറത്തുള്ളത് മാത്രമല്ല, ഭൂമിയുടെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് ചാടിക്കുന്ന ഒരു ദിവസം വരും. ഇതേത് കാലത്താ പറഞ്ഞത് എന്നറിയോ? ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്റെ വാപ്പ എന്റെ പ്രായത്തിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുന്നതല്ല എന്റെ വാപ്പ ഇന്ന് അനുഭവിക്കുന്നത്. ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലേ. ഇന്ന് ഞാൻ ഇവിടെ വയൽ വന്നത് എന്നെ വാട്സപ്പിൽ വിളിച്ചിട്ടാകാം. എന്റെ വാപ്പ ചിലപ്പോൾ വാട്സപ്പിൽ അങ്ങനെ ചെറുപ്പകാലത്ത് വയലേറ്റതായിട്ട് ചിലപ്പോൾ വാപ്പാക്ക് ചരിത്രത്തിൽ ഉണ്ടാകൂല, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യൻ സംവിധാനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ സംവിധാനങ്ങളാകുന്ന സംവിധാനങ്ങളെ പിറകില് അവര് തന്നെ പറയുന്നു മൊബൈൽ ഫോണിന്റെ ടവറുകളും റേഞ്ചുകളും വന്നതിന്റെ പേരിൽ ഇവിടെ മനുഷ്യന്റെ ശരീരത്തിന് ഒരുപാട് കേടുകളും തകരാറുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇതല്ലേ ശാസ്ത്രം എന്ന് പറയുന്നത്? നീ പറയുന്ന ശാസ്ത്രം ഇതല്ലേ? ഭയങ്കര ശാസ്ത്രത്തെ ദൈവാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പൊട്ടിത്തെറിയിലാണ് ലോകം ഉണ്ടായത്. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. വല്ലാത്തൊരു മനുഷ്യന്മാര് തന്നെ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഒരു കടുകമണിയുടെ പൊട്ടല് കൊണ്ട് ഒരു ചായപ്പൊടി ഉണ്ടാക്കാൻ സാധിക്കൂടോ നിനക്ക്? എന്തെങ്കിലും അങ്ങ് വിവരക്കേട് പറയന്നെ അല്ലേ? ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടിപ്പുറപ്പെട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാത്തിരിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? ഒരു ദിവസത്തെ ഭക്ഷണം ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടല്ലേ ഭൂമി ഉണ്ടായത് എന്നല്ലേ നീ പറയുന്നത്? ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ?
ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്തെല്ലാം സംവിധാനങ്ങൾ, അത്ഭുതങ്ങള് ഈ ഭൂമിയിലുണ്ട് മനുഷ്യന്, അല്ലേ? മനുഷ്യൻ എന്തൊക്കെ അത്ഭുതങ്ങൾ പറയാനുണ്ട് ഈ ഭൂമിയിൽ. ഈ മൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ്. ആ ഇരുമ്പ് ഭൂമിയിൽ നിന്നാണ്. തിരിഞ്ഞു നോക്കണെങ്കിൽ ഈ കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഇവിടെ ഉള്ളായിരിക്കുന്ന പാറക്കല്ലുകള് ഭൂമിയിൽ നിന്നാണ്, വായുവിൽ നിന്നല്ലേ. ആ നിലക്ക് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ഈ ഭൂമി എന്തെല്ലാം സാധനങ്ങൾ. പെട്രോൾ അതിന്റെ ഉള്ളിലുണ്ട്, അതിന്റെ ഉള്ളിൽ മണ്ണെണ്ണകളുണ്ട്, അതിന്റെ ഉള്ളിൽ സംവിധാനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും അല്ലാഹു ഇതിന്റെ ഉള്ളിൽ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. മനുഷ്യ, നിനക്ക് വേണ്ടി തന്നെയാണ് റബ്ബ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും നാല് തിയറി പറഞ്ഞിട്ട് ശാസ്ത്രമാണ് ലോകത്തെ ഉണ്ടാക്കിയത് പറയാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മനസ്സിലാക്കാനുള്ള മനുഷ്യനെ ഈ ലോകത്തെ കിട്ടൂല എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ദിവസത്തെ നാസ്ത പോലും അല്ല, ഒരു നേരത്തെ ചായ പോലും പൊട്ടിത്തെറി കൊണ്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയോ? വൈകുന്നേരം പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് പോകുമ്പോ മുതലാളി പറയാ, പൊട്ടിത്തെറി കൊണ്ട് ശമ്പളം വീട്ടിൽ വരുവാടാ, നീ പോയിക്കോ. എന്നിട്ട് നീ ശമ്പളം ജോലിയും കഴിഞ്ഞിട്ട് പോവോ? ജോലിയും കഴിഞ്ഞ് പോവോ? 10 ദിവസത്തെ ശമ്പളമല്ല, ഒരു ദിവസം അധ്വാനിച്ച പൈസ പൊട്ടിയിട്ട് വീട്ടിൽ വരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവനെ കിട്ടും. അത് വിശ്വസിക്കാൻ നിന്നെ കിട്ടൂലല്ലേ? അത് വിശ്വസിക്കാൻ ശാസ്ത്രത്തിന് കിട്ടൂലല്ലേ? രാജ്യത്തിന്റെ ആളുകൾ എടുക്കൽ നിന്ന് ടാക്സ് വാങ്ങിയ പണം വാങ്ങിയിട്ട് ശാസ്ത്രം നിറയുന്ന അതേ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികളെ, അവർക്ക് ചിലപ്പോൾ ശമ്പളങ്ങൾ നൽകപ്പെടുന്നുണ്ടാകാം, സഹായങ്ങൾ കിട്ടുന്നുണ്ടാകാം. ശാസ്ത്രം തെറ്റാണ് എന്നല്ലേ ഞാൻ പറയുന്നത്? ശാസ്ത്രം വേണ്ടാന്നല്ലേ ഞാൻ പറയുന്നത്? ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കാൻ മാത്രം വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനോ ഒരു വിശ്വാസിക്കോ അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ലേ ഞാൻ പറയുന്നത്? ബുദ്ധിയുള്ളവൻ അംഗീകരിക്കാൻ കഴിയൂല. കഴിയോ? നമ്മളെ ഉപ്പാപ്പമാര് മദ്രസകളിൽ പഠിക്കുന്നത് പോലെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അന്ന് സ്കൂളിൽ പഠിച്ചതാണോ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നത്? അന്ന് പഠിച്ചത് ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം. അന്ന് പഠിച്ചത് ഇന്ന് ശാസ്ത്രം മാറ്റിയിട്ടുണ്ട്. ഈ ശാസ്ത്രത്തെയാണോ ദൈവത്തിന് പകരമായി കാണിക്കാൻ നീ കണ്ടത്? എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികളെ, ഏതെങ്കിലും വിവരമില്ലാത്ത ഇങ്ങനെയുള്ള കണ്ണട വെച്ചതും അല്ലാത്തതുമായ ചില ആളുകൾ ഇപ്പൊ മൈക്കൊന്നും വേണ്ടല്ലോ, പ്രസംഗിക്കാൻ സദസ് വേണ്ടല്ലോ, നല്ല മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചിട്ട് അങ്ങിരിക്കും. 40 സെക്കൻഡ് 50 സെക്കൻഡ് 60 സെക്കൻഡുള്ള വീഡിയോ വിട്ടിട്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സ് തകർത്തു കളയാൻ വേണ്ടി പറയുന്ന ഇത്തരം ആശയങ്ങൾ കേട്ടിട്ട് എന്റെ വയത് കേൾക്കുന്ന മുസ്ലിമേ, നമ്മളെ ഈമാൻ ദുഷിപ്പിച്ചുകൂടാ. നിങ്ങൾ നോക്ക്, ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ ധിക്കാരികളെ കൂട്ടത്തിൽ ഒരാളല്ലേ ഫിർഔനുൽ ലഈൻ, അല്ലേ? ഫിർഔൻ എന്തല്ലാ പറയാനുള്ളത്? അവന്റെ ശാസ്ത്രമായിരുന്നു അവൻ ദൈവമാണ് എന്നുള്ള ശാസ്ത്രം, അല്ലേ? ഞാനാണ് ദൈവം എന്നാ അവൻ പറഞ്ഞത്. എന്നിട്ടോ അവനിവിടെ ബാക്കിയായോ? അവന്റെ ശാസ്ത്രം പൊട്ടിയില്ലേ? ഇതുപോലെ പൊട്ടാനുള്ള ശാസ്ത്രങ്ങളെ ഇവിടെ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോഴേക്ക് നമ്മളൊക്കെ പഠിച്ചോനെ വെറുതെ ഈ കാലത്തും ഇതും വിചാരിച്ച് ജീവിക്കണോ? ഇന്നും നമ്മൾ ഈ ഇസ്ലാമിന്റെ പിന്നാലെ പോവാണോ? ഇതൊക്കെ മാറ്റിയിട്ട് പുതിയത് പറയേണ്ട കാലം വന്നു പോയിന്ന്. ഓ മുസ്ലിം ഉമ്മമാരെ, അത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, നമ്മളെ മനസ്സിൽ തോന്നാൻ നിർവാഹമില്ല. ഈമാൻ എന്ന് പറയുന്നത് മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹ് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് കേൾക്കുന്ന ഉമ്മമാരെ, നാടുകളിൽ പല കൂട്ടുകെട്ടുകളും ഉണ്ടാകാം. കൂട്ടുകെട്ടുകൾ നമ്മളെ കുട്ടികളെ മോശമായി ചിത്രീകരിക്കും. കൂട്ടുകെട്ടുകൾ നമ്മളെ മക്കളെ മോശത്തരത്തിലേക്ക് വിളിക്കും. കൂട്ടുകെട്ടുകൾ നമ്മളെ അതേ വല്ലാതെ വേണ്ടാത്തരത്തിലേക്ക് വിളിക്കും. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അർശിന്റെ തണല് ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളാണ് തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ സ്വർഗത്തിലെത്തിച്ചേരാൻ അത് കാരണമാണ് കേട്ടോ. സിനിമക്ക് വിളിക്കുന്ന കൂട്ടുകെട്ടല്ല, ഹറാമുകൾക്ക് ക്ഷണിക്കുന്ന കൂട്ടുകെട്ടല്ല, ഹറാമിന് പ്രോത്സാഹനം നൽകുന്ന കൂട്ടുകെട്ടല്ല, ഉമ്മാനെ അനുസരിക്കാത്ത കൂട്ടുകെട്ടല്ല, വാപ്പനെ അനുസരിക്കാത്ത കൂട്ടുകെട്ടല്ല. ഈ പാവപ്പെട്ട
പാവപ്പെട്ട മുത്തലിം പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വയലിന് ചെന്നപ്പോൾ അവിടെയുള്ള ബാപ്പ പറയാണ്, എന്റെ മകനാണ് ഉസ്താദേ, വലിയ ഉസ്താദ് ആയതുകൊണ്ടല്ലോ, ഉസ്താദിന്റെ മോനായതുകൊണ്ട് ഉസ്താദേ എന്ന് വിളിക്കുകയാണ്. ഇയാള് പറയാണ്, ഇതെന്റെ മോനാണ്, രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെയാ വരല്, നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ ആ മകനോട് ചോദിച്ചു, എന്തിനാ മോനെ നീ ഇത്ര ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നത്? അപ്പൊ കുട്ടി പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ ദീനീ പ്രവർത്തനത്തിന് ആരുമില്ല, ഒരു പറ്റം SSFന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ ഇവിടെയുള്ള എത്തരം വിവരക്കേട് ചെയ്യുന്ന വിവരമില്ലാത്ത കൂട്ടുകെട്ടുകളെ പോയി അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാനാണ്, അല്ലാതെ സൊറ പറയാനല്ല, കള്ളു കുടിക്കാനല്ല, ഹറാം ചെയ്യാനല്ല. ഹറാമിൽ നിന്ന് മാറിയിട്ട് സുഖം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ കിട്ടാനുണ്ട്, അവർക്ക് കാണിച്ചു കൊടുക്കാനാണ്, നന്മകളിൽ അവർക്ക് കിട്ടാനുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ്. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ SSFന്റെ പ്രവർത്തകന്മാർ നാട്ടിന്റെ പല യാഗങ്ങളിൽ പോയി അവിടെയൊക്കെ നടന്നിട്ട് എവിടെയാണ് അറിവില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ വിവരം കെട്ട പണിയെടുക്കുന്നവര് നോക്കിയിട്ട് അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കാനാണ്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, വയല് കേൾക്കുന്ന ഉപ്പമാരെ, നമ്മളെ പ്രസ്ഥാനം അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മളെ പ്രസ്ഥാനം ആരെയും തെറി വിളിക്കാൻ ഉണ്ടാക്കിയതല്ല, ഒരാളെയും കുറ്റം പറയാൻ ഉണ്ടാക്കിയതല്ല, ഒരാളെയും നികത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതേ സ്ഥാനത്ത് അള്ളാന്റെ ദീനിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ആവശ്യമാണെങ്കിൽ താക്കീത് നൽകാൻ തന്നെയാണ്, സംശയിക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നിയത്ത് നമ്മളെ മക്കളെ പേച്ചു പോകാത്ത മക്കളായി, നമ്മളെ മക്കളെ പരസ്പരം അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന മക്കളാക്കി വളർത്തിയെടുക്കാനായ SSF, അതിന് പ്രോത്സാഹനം നൽകാനാണ് SYS, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കാനാണ് കേരള മുസ്ലിം ജമാഅത്ത്. നമ്മുടെ എല്ലാ സംഘടനകളും എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, സിനിമയുടെ വഴിയിലുള്ള കൂട്ടുകെട്ടിലേക്കല്ല നമ്മളെ മക്കളെ അയക്കേണ്ടത്, ഭൗതികമായ തരം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളെ മക്കളെ അയക്കേണ്ടത്, അതിനുവേണ്ടിയല്ല നമ്മളെ മക്കൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത്, അതിനുവേണ്ടിയല്ല നമ്മളെ മക്കൾക്ക് നമ്മൾ പാഠങ്ങൾ നൽകേണ്ടത്. മറിച്ചോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന്റെ പേരിൽ ബുർദ ചൊല്ലുമ്പോൾ അതിൽ ആസ്വാദനമുണ്ട്, അതിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന്റെ ആസ്വാദനം അതിലുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്താനുണ്ട്. ഇതിനു വേണ്ടിയാകണം നമ്മളെ പ്രവർത്തനങ്ങൾ, അതിനാകണം നമ്മളെ മക്കൾക്ക് നമ്മൾ പ്രചോദനം നൽകേണ്ടത്. ഒരാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാ പരസ്പരം അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാന്റെ മാർഗത്തിൽ വെറുക്കുകയും ചെയ്യുന്നവനുണ്ടല്ലോ, അവന് അർശിന്റെ തണലാ. ഇന്ന് വരെ SYSന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഇന്ന് വരെ ഒരു ഹറാമിന്റെ യാത്ര നടത്തിയിട്ടില്ല, ഒരു ഹറാമിന്റെ വഴിയിലേക്ക് പ്രചോദനം നൽകിയിട്ടില്ല, അതിന് നേതാക്കൾ അനുമതി നൽകൂല. ആ വഴിയിലേക്ക് നമ്മളെ മക്കളെ അയച്ചു കൊടുത്താൽ, ആ വഴിയിലേക്ക് നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയെടുത്താൽ, അതിനുവേണ്ടി നമ്മളെ മക്കൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകിയാൽ, അതിനുവേണ്ടി എന്റെ SYSന്റെ കൂട്ടുകാരായ പ്രവർത്തകന്മാരെ, SSFന്റെ കൂട്ടുകാരായ പ്രവർത്തകന്മാരെ, നമ്മുടെ നാട്ടിലുള്ള അത്തരം ചെറുപ്പക്കാരും നമ്മളെ സമപ്രായക്കാരുമായ ആളുകളെ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ കൂട്ടി പള്ളിയിലെ ജമാഅത്തിന് ഒന്നിച്ച് പള്ളി സഭയ്ക്ക് പള്ളിയിൽ ഒത്തുചേരാൻ നമുക്ക് കഴിയണം. നമ്മളെ ഉസ്താദിനെ കൊണ്ട് പള്ളിയിൽ ഒന്ന് ക്ലാസ് എടുപ്പിക്കാൻ കഴിയണം. അതിന് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീന് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീന് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ദീനിന്റെ അതേ മജ്ലിസുകൾ ഉണ്ടല്ലോ, ഇൽമ് പറയുന്ന ക്ലാസ് എടുക്കുന്ന സദസ്സുകൾ ഉണ്ടല്ലോ, അത് നാട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള സന്തോഷമുള്ള സ്ഥലമാണ്. അത് കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, പരമാവധി ജമാഅത്തിന് സഭയ്ക്ക് പള്ളിയിൽ എത്തിച്ചേരണം. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കൽ ഇരുന്ന് ഇൽമ് പഠിക്കാൻ ുള്ള മനസ്സ് കാണിക്കണം.
നമ്മളെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് പ്രായമാകുന്നതിന്റെ മുമ്പ് നിന്റെ യൗവനകാലം നീ ഉപയോഗപ്പെടുത്തിക്കോ. വെറും ദുനിയാവുണ്ടാക്കുന്നതിൽ മാത്രം നിക്ഷിപ്തമായി കൂടാ, ആഖിറം കൂടി സമ്പാദിക്കുന്ന ഒരു യൗവനകാലം നിന്റെ ജീവിതത്തിൽ നീ സമ്പാദിച്ചു വെച്ചോ. അത് നിനക്ക് ആഖിറത്തിലേക്കുള്ള സമ്പത്താണ്. എന്റെ ചെറുപ്പക്കാരെ, നേറ്റ് നിന്നോ, ദൂരെ നിൽക്കുന്ന മോമിനികളൊക്കെ മജ്‌ലിസിലേക്ക് എടുത്തു വന്നോ. പ്രായം ചെന്ന ഉപ്പാപ്പമാരെവിടെ നിന്നോ ചെറുപ്പക്കാരൊന്ന് മജ്‌ലിസിലേക്ക് എടുത്തു വന്നോ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. കേൾക്കുന്ന മുസ്ലിമേ, അള്ളാഹിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയം ആരെ വഴിയാ നമ്മളെ SYS-ന്റെ പ്രവർത്തനം എന്നറിയോ? അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴിയാണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും, അന്ന് SYS ഉണ്ടോ മുസ്ലിയാര്, അന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടോ മുസ്ലിയാര്, അന്ന് ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടോ മുസ്ലിയാര്, SSF ഉണ്ടോ മുസ്ലിയാര്? അന്ന് അൻസാരികളാണ്, മുഹാജിറുകളാണ്, രണ്ടും രണ്ട് കൂട്ടം ആളുകളാണ്. അവര് പരസ്പരം സഹായിച്ചു. എന്തിന്റെ പേരിലാണ് എന്നറിയോ? അൻസാരികൾ എന്തിനാണ് മുഹാജിറുകളെ സഹായിച്ചത്? ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? അല്ല. എന്തെങ്കിലും ഭൗതികമായ കാര്യം നേടാനാണോ? അല്ല. എന്തിനാ അൻസാരികൾ മദീനയിലേക്ക് വന്ന മക്കക്കാരായ ജനങ്ങൾക്ക് അവരുടെ വീട്ടിന്റെ വാതിലുകൾ തുറന്നു വെച്ചു കൊടുത്തത്? വീടിനെ പകുതിയാക്കി സ്വത്തിനെ വീതിച്ചു കൊടുത്തത് എന്തിനാണ്? അവരുടെ സമ്പത്തിനെ വീതിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ ദീനിന്റെ വഴി സ്നേഹമാണ്. അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാതൽ മുസ്ലിമു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, മരിച്ചാലും നിലനിൽക്കുന്ന 3 സമ്പത്തുകളുണ്ട്. അതിലൊന്നാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ വാല് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ SSF-ന്റെ പ്രവർത്തകനായാൽ, SYS-ന്റെ പ്രവർത്തകനായാൽ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായാൽ നമുക്കാരും ശമ്പളം തരൂല, നമുക്കാരും അതിന്റെ പേരിൽ കയ്യടി തരൂല. നമ്മളെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആദരിച്ചു കൊള്ളണം എന്നില്ല, ചിലപ്പോൾ ബഹുമാനിച്ചു കൊള്ളണം എന്നില്ല. എത്തുന്നവരുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, ചെറുതാക്കി കാണിക്കുന്നവരുണ്ടാകാം, തീരെ പക്വതയില്ലാത്തവർ, വളർച്ചയില്ലാത്തവർ, കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ഇല്ലാത്തവർ, ആക്ഷേപിക്കുന്നവരുണ്ടാകാം. ആക്ഷേപങ്ങൾക്ക് വില കൽപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെ മുശ്രിക്കീകൾ ഇന്നക ലമജ്നൂൻ, അവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. അപ്ഡേറ്റ് ഇല്ലാത്ത ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അവർക്കും പറയാനുള്ളത് തന്നെയായിരുന്നു. അപ്ഡേറ്റ് ഇല്ലാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ കാലത്തോടൊന്നും യോജിക്കാൻ പറ്റുന്നതല്ല പറയുന്നത്. അബൂജഹലിന് എന്തേ ഇസ്ലാമിൽ വരാൻ തടസ്സമുണ്ടായത്? അതേ അബൂജഹലിന് ഇസ്ലാമിലേക്ക് വരാൻ തടസ്സമുണ്ടായത് കള്ളുകുടിയാണ്, അതുപോലെ പെണ്ണുപിടിയാണ്. ഇത്തരം ഹറാമുകളുടെ സുഖത്തെ നിഷേധിക്കുന്നു എന്ന് വരുമ്പോ അതേ അബൂജഹലിന് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഏത് കാലത്തുണ്ട് നമ്മള് തന്ത വൈബുകളാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ വൈബുകളെ പേരില് ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കാൻ അത് 1400 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ് എന്ന് വിചാരിക്കണ്ട. 1400 കൊല്ലം മുമ്പേ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ മുനാഫിക്കീങ്ങളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ അടുക്കലേക്ക് അവർ വന്നിട്ട് പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ അവരോട് ഓ ഹബീബായ നബിയേ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആ മുനാഫിഖുകൾ ചോദിക്കുകയാണ്, ആമന സുഫഹാ, പണ്ട് കാലം മുതലേ പറയുന്ന ഈ ആശയം, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താത്ത ഈ ആശയത്തെ കുറിച്ച് ഏതെങ്കിലും മികവരങ്ങട്ട ആളുകൾ പറയുന്ന സുഫഹാക്കൾ പറയുന്ന ആശയം അത് വിശ്വസിക്കണം എന്നാണോ ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ മുസ്ലിം നാമധാരികളെ പേരിലാണ്, ഏതെങ്കിലും മുസ്ലിം നാമധാരിയുടെ പേരിൽ വന്നിട്ട് അള്ളയില്ലാതെ പറയുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾ
ഞങ്ങളൊക്കെ അതാ ദൈവനിഷേധികളായി. അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങള്? എന്റെ വയൽ കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, മുനാഫിഖീങ്ങൾ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ഇന്നാമക്കും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നവര് പറയും. പക്ഷെ അവര് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല, ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമാണോ? അല്ല. അരിനല്ലാഹ ജഹറാ, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ വരൂ, പ്രതിരോധം തീർക്കാൻ വരൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവര് പറഞ്ഞില്ലേ, നിങ്ങൾ പടച്ചോനെ നേരിട്ട് കാണിച്ചു തരടോ, എന്നിട്ടേ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞവരില്ലേ? തീർന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് അന്ന് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, ഇദ്ഹബ് അൻത വറബ്ബുക ഖാതിലാ, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യടോ, ഞങ്ങളെ നോക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിഫാഖ് കാണിച്ചൊരു വിഭാഗം ആളുകൾ ഇന്നല്ല ഏത് കാലത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തല്ല, അതിന്റെയും മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ട്, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ട്. അതുകൊണ്ട് ആ താജുൽ ഉലമ നമ്മളോട് എപ്പോഴും പറയാറില്ലേ, ആളെ എണ്ണം നോക്കിയിട്ട് വിശ്വസിക്കാൻ പോകണ്ട, ആളെ എണ്ണം ചുരുക്കമാണെങ്കിലും എവിടെയാണോ ഈമാനികമായ ഉറപ്പുള്ളത് അവിടെ മുറുകെ പിടിച്ചോ. അതിനാണ് താജുൽ ഉലമ നമുക്ക് ഈ കൊടി കൈയിലേക്ക് കൈമാറിയത്, നമ്മളെ മുൻഗാമികൾ ഈ കൊടി നമ്മളിലേക്ക് കൈമാറിയത്. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, മുസ്ലിം നാമധാരികളെ പേരിൽ വരുന്ന ഇത്തരം ഏതെങ്കിലും എത്തിസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ടിസ്റ്റുകളോ വിവരം കെട്ട ആളുകളോ പറയുന്ന വാക്ക് കേട്ടിട്ട് നമ്മൾ അവര് പറയുന്നത് ശരിയാണോ എന്ന് ഒരു ചെറിയ ശതമാനെങ്കിലും ശരി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമേ നമ്മളെ മനസ്സുകൊണ്ടുണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാലോ? അങ്ങനെയുള്ള ഒരു പ്രവർത്തകനാണോ? അവന്റെ വീട്ടിലെ ഞാൻ പറഞ്ഞത് അള്ള പൊരുത്തപ്പെടാത്ത കല്യാണം നടക്കൂല, അള്ള പൊരുത്തപ്പെടാത്ത അന്യപെണ്ണ് സ്റ്റേജിൽ കയറല് നടക്കൂല. അപ്പൊ ചില ആളുകൾക്ക് തോന്നിയാണ്, എന്തേ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം, മനുഷ്യന്മാരല്ലേ രണ്ടാള്, എന്തിനാ ആണിനെയും പെണ്ണിനെയും വേർതിരിപ്പിക്കുന്നത്? അതെ, അതിങ്ങനെ പറഞ്ഞൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പൊ അമ്മയാണോന്നോ വിളിക്കേണ്ടത്, ഉമ്മാന്നാണോ സംഘടനക്ക് വിളിക്കേണ്ടത്, അല്ല അച്ഛനാണോ വിളിക്കേണ്ടത്, അല്ല ബഹുമാനിക്കുകയാണോ വേണ്ടത്, ആദരിക്കുകയാണോ വേണ്ടത്? പരസ്പരം വ്യഭിചാരോപണം പറയുന്ന സംഘടനകളായി അതപ്പതിച്ചത് കാണുന്നില്ലേ? എന്നിട്ടോ പറഞ്ഞിട്ട് തീർന്നില്ല എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ തീർത്തും പറയൂല എന്നാ പറയുന്നത്. എന്നെ ചെയ്തതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പലരും ഉള്ളിലാകൂ എന്നാ പറയുന്നത്, പലർക്കും പുറത്തിറങ്ങാൻ കഴിയൂല എന്നാ പറയുന്നത്. വയല് കേൾക്കുന്ന മുസ്ലിമേ, ഈ നിലയ്ക്ക് നമ്മൾ ലോകത്തല്ല കാണിച്ചു തരികയാണ്. ആണും പെണ്ണും ഒന്നിച്ചിട്ട് എല്ലാം റെഡിയാണ്, തടസ്സങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കണം എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അത്തരം കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അങ്ങനെ പറയുന്ന ഏതെങ്കിലും ആളുകളെ സംസ്കാരം കോപ്പിയടിച്ചിട്ട് നമ്മളെ കല്യാണാഘോഷങ്ങൾ ഉണ്ടാകണമെന്ന് നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് നിർവാഹമില്ല. എന്തുകൊണ്ട് നിർവാഹമില്ല? നിക്കാഹ് എന്ന് പറയുന്നത് അത് SYSന്റെ സംഘടനയുടെ തീരുമാനമല്ല, SSFന്റെ തീരുമാനമല്ല, അല്ലെങ്കിലോ ഇന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ തീരുമാനമല്ല, ഇന്നത്തെ കാലത്തുള്ള ഏതെങ്കിലും സംഘടനകളുടെ തീരുമാനമല്ല. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ആ സുന്നത്ത് നിനക്ക് ഏതെങ്കിലും കോപ്പറാട്ടി കേട്ടാനുള്ളതല്ല, കോമാളിത്തരം കാണിക്കാനുള്ളതല്ല, റസൂലുള്ളാഹിന്റെ പൊരുത്തം വാങ്ങാനുള്ള വഴിയേ, അങ്ങനെ അവിടുത്തെ ഉമ്മത്തിനെ അധികരിപ്പിക്കാനുള്ള വഴിയാണ്. ആ വഴികളോട് തിന്മ ചെയ്യുന്ന, ആ വഴികളോട് അനീതി ചെയ്യുന്ന മുസ്ലിമായി മുസ്ലിമേ നമ്മൾ മാറിക്കൂടാ. അതിനാ നമ്മളെ SSFന്റെ ചുണക്കുട്ടികൾ വളർന്നു വരേണ്ടത്, SYSന്റെ നേതാക്കൾ വളർന്നു വരേണ്ടത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് വളർന്നു വരേണ്ടത്. കേൾക്കുന്ന ഉപ്പാ, എന്റെ വീട്ടിലത് പറ്റൂല എന്ന് തന്റെ പൂർവം
പറയാൻ അറിയുന്ന ബാപ്പമാരുടെ നട്ടലുള്ള ബാപ്പമാരെ, ഉപ്പമാരെ, നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെ മക്കളെ ഈമാൻ ചുരുങ്ങിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. തുടങ്ങിയത് ചിലപ്പോ കല്യാണ വീട്ടിലെ ഡാൻസിന്റെ മേലെയാകാം, തുടങ്ങിയത് ചിലപ്പോ നിക്കാഹിന്റെ പേരിൽ നടന്ന തോന്നിവാസത്തിന്റെ പേരിലാകാം, അല്ലെങ്കിലോ സിനിമയുടെ പേരിലാകാം, ഇത്തരം തോന്നിവാസങ്ങളുടെ പേരിലാകാം. അവസാനം സംഭവിക്കുന്നത് മരിക്കുന്ന സമയത്ത് ബാപ്പ മരിച്ചുപോയാൽ ഒരു തഹ്ലീൽ ചെല്ലാതെ ഖബറിൽ കാക്കയെ കുഴിച്ചു മൂടുന്നത് പോലെ, അതുപോലുള്ള നായ്ക്കളെ കുഴിച്ചു മൂടുന്നത് പോലെ, അതുപോലുള്ള മറ്റ് ജീവികളെ കുഴിച്ചു മൂടുന്നത് പോലെ ഒരു ദിക്റും ചൊല്ലിത്തരാതെ, ഒരു തഹ്ലീലും ചൊല്ലിത്തരാതെ, ഒരു തൽഖീലും ചൊല്ലിത്തരാതെ, തസ്ബീഹും ചൊല്ലിത്തരാതെ ഈ പ്രവാദം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിനെ വികലമാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഇവരെ മനസ്സങ്ങാനും അവർ തട്ടിക്കൊണ്ടുപോയാൽ മരിച്ചു കിടക്കുമ്പോ ദുആ കിട്ടൂല എന്നല്ല, ഒരു ഫാത്തിഹ പോലും കിട്ടാത്ത ബാപ്പയായി അവരിൽ കിടന്നിട്ട് എന്റെ മകൻ എന്ത് ഉപകാരമാണ് എനിക്ക് ചെയ്തത്, അവന് ഞാൻ വീടുണ്ടാക്കി കൊടുത്തവൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, എന്നിട്ട് പകരം കിട്ടിയതോ കാഫിറായി പോകുമെന്ന് പറയുന്ന മോനാണെങ്കിൽ, ശിർക്കായി പോകുമെന്ന് പേടിക്കുന്ന മോനാണെങ്കിൽ, പിറുക്ക് വരുമോന്ന് പഠിക്കുന്ന മോനാണെങ്കിൽ അതിലും വലിയ നട്ടമേതാ. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വയത് കേൾക്കുന്ന മുസ്ലിമേ, നമ്മുടെ വഴി ആരുടെ വഴിയാകളും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാകണം. അല്ലാഹു ആ നിലയ്ക്ക് ജീവിച്ചു മരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും റബ്ബ് പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെയും നീ കബൂലാക്കി തരണം റഹ്മാനെ. നീ ആ നിലയ്ക്ക് ഈ സദസ്സിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. അവസാനമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട്, എൻ്റെ വേദ കേൾക്കുന്ന ഉമ്മമാരോട് ഒറ്റ ചോദ്യം മാത്രം ചോദിച്ച് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എൻ്റെ വേദ കേൾക്കുന്ന മുസ്ലിമേ, എൻ്റെ വീട്ടിലേക്ക് ഇസ്രായേലിന് വരാൻ എൻ്റെ ബാപ്പയുടെ അനുമതി ആവശ്യമില്ല. എൻ്റെ വീട്ടിലേക്ക് ഇസ്രായേലിന് വരാൻ എൻ്റെ ഭാര്യയുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല, എൻ്റെ മക്കളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇസ്രായേലിന് വരുന്നതിന് ഒരു ലോക്കുകളും ഒരു സംവിധാനങ്ങളും തടസ്സമല്ല, മതിലുകൾ തടസ്സമല്ല, ചുമരുകൾ തടസ്സമല്ല, നമ്മുടെ സംവിധാനങ്ങളൊന്നും തടസ്സമല്ല. നല്ല കോൺക്രീറ്റ് ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളറിയാതെ നമ്മുടെ മക്കളെ, നമ്മളെ കുടുംബങ്ങളെ, നമ്മൾ ഇഷ്ടപ്പെട്ടവരെ ഇസ്രായേൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ടുണ്ട്, കൊണ്ടുപോകാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്. അതിന് ഒരു തടസ്സവും ഈ ലോകത്ത് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആ ഒരു യാത്രയുടെ മുന്നിൽ തോറ്റുകൊടുക്കാനല്ലാതെ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. ആ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ ഈ മുതഅല്ലിമിന് സാധിച്ചാൽ, നിങ്ങൾക്ക് സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ഫഖദ് നജാ, അവൻ വിജയം കൈവരിച്ചവനായി പോയി. അല്ലാഹു അവന്റെ മഹലായ ഫള് കൊണ്ട് അത്തരം ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നമ്മളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.